താങ്ക് യു ബ്രദർ. വളരെ വളരെ മനോഹരമായ ഒരു വർഷിപ്പ് ദൈവം നമുക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നല്ലൊരു മധുര ഗായകനാണ് എബിൻ ബ്രദർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗം അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക. നമ്മുടെ ഇന്നർ മാൻ, ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട ദൈവിക പദ്ധതിക്കായി നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുക. ആ വിഷയത്തിൽ തന്നെയായിരിക്കും നമ്മൾ എല്ലാ മെസ്സേജുകളും അതിനെ ബേസ് ചെയ്ത്. കാരണം ഈ ദിവസങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ അയച്ച ഒരു പദ്ധതിയുണ്ട്. നാം ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. അത് നമ്മുടെ ലൈഫ് ടൈമിൽ നിറവേറണം. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നമേ അതായിരിക്കണം നമ്മുടെ എല്ലാം ലക്ഷ്യം. ആമേൻ. അതിനകത്ത് നാം എത്ര നാൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ദൈവം അയച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ്. ആ ആയുസ്സിനെ ആർക്കും തോപ്പിക്കാൻ കഴിയത്തില്ല. ആ ആയുസ്സിനെ കുറയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ വിശ്വസിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സീസണുകളിൽ നാം ദൈവത്തിൽ ബലപ്പെടുന്നത് ആ വലിയ ഉറപ്പിലാണ്. എന്നാൽ വെറുതെ അങ്ങ് ജീവിച്ചു തീർക്കുകയല്ല, മറിച്ച് അതിനകത്ത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. എന്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി, ദൈവം എന്നെ പഠിപ്പിച്ചത്, അങ്ങനെയുള്ള ദൈവിക പ്ലാനിനെ തടയുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. അത് ഫസ്റ്റ് നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മൾ വളരുന്ന സാഹചര്യം, നമ്മുടെ കൂട്ടുകാര്, ഈ ലോകം, നമ്മുടെ പേരൻസ്, നമ്മൾ കേൾക്കുന്ന മെസ്സേജുകൾ, അറിയുന്ന അറിവ്, ഇതെല്ലാം ഒരു വിധത്തിൽ അതിനെ വളർത്തുമ്പോൾ വേറൊരു രീതിയിൽ അതിനെ തളർത്തും. അപ്പോൾ നാം ദൈവത്തോടുള്ള നേരിട്ടൊരു ബന്ധത്തിൽ മാത്രമേ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഏത് മനുഷ്യരെ നോക്കി അവർക്ക് ഈ ലോകം ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നില്ല അവരുടെ ലൈഫിൽ ദൈവിക പർപ്പസിലേക്ക് അവരെ കൊണ്ടുവരുവാൻ. അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിലല്ല അവർ ദൈവിക പദ്ധതിയിലേക്ക് വന്നത്. ദൈവവുമായിട്ടുള്ള അവരുടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിന്റെ പുറത്താണ് അവരെല്ലാം പുറത്തു വന്നത്. അതിനകത്ത് അവരുടെ കുടുംബമോ അവരുടെ സഭയോ അവരുടെ മാതാപിതാക്കൾക്കോ അവരെ സ്പോൺസർ ചെയ്തവർക്കോ അവരെ പഠിപ്പിച്ചവർക്കോ ഒന്നും ഒരു ക്ലെയിമും ഇല്ല. ആർക്കും ഒരു പുകഴ്ചയും ഇല്ല. അങ്ങനെയാ ദൈവം ഓരോരുത്തരെ പുറത്തുകൊണ്ട്. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ് ഈ ലൈഫിൽ, അത് അറിയണമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ട കർത്താവിനോട് തന്നെ നേരിട്ട് സംസാരിക്കാൻ നാം ശീലിക്കണം. ആ വോയിസ് നാം കേൾക്കാൻ പഠിക്കണം. ആ വോയിസ്, ലോകത്തിലുള്ള ഒത്തിരി വോയിസുകൾ നമ്മളെ പ്രഷറൈസ് ചെയ്യുമ്പോഴും ആ വോയിസിന് യെസ് പറയുവാനും ആ വോയിസ് അനുസരിച്ച് നോ പറയാനും നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്നുള്ള ഒരു ടോപ്പിക്കിന് ഭയങ്കര പ്രയോറിറ്റി, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം അതിനൊരു സാഹചര്യം എല്ലാവർക്കും തന്നിരിക്കുക. അല്ലാത്തപ്പോൾ നമ്മൾ എപ്പോഴും ഒത്തിരി വോയിസ് കേൾക്കുന്നവരാണ് ഈ ലോകത്തിൽ നിന്ന്. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ശബ്ദങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഈ ദിവസങ്ങളിലേക്ക് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ആഴ്ചയിൽ സാറ്റർഡേയിൽ നമ്മൾ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അന്ന് മീറ്റിംഗിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. 11 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ആമേൻ, ആമേൻ. നമ്മൾ എല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് കരയേറ്റുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞായിരുന്നു അത്. 11 വയസ്സേ ഉള്ളായിരുന്നു. അവന് വേണ്ടി അവന് കോവിഡ് ആണെന്ന് സസ്പെക്ട് ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആദ്യത്തെ ടെസ്റ്റ് അനുസരിച്ച് അത് കൊറോണ വൈറസ് ആണെന്ന് അവർക്കൊരു സംശയമുണ്ടായി. അവരങ്ങനെ പറഞ്ഞു. പിന്നെ അടുത്ത ഒരു ടെസ്റ്റിന് വേണ്ടി വിട്ടു. ആ സമയത്താണോ കഴിഞ്ഞ ശനിയാഴ്ച നാം എല്ലാവരും പ്രാർത്ഥിച്ചു. തന്റെ പിതാവ് ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. അതിന്റെ ഫൈനൽ റിസൾട്ട് അത് നെഗറ്റീവാണ്. ആ കുഞ്ഞിന് കോവിഡ് ഇല്ല, ആ ഒരു ഇൻഫെക്ഷൻ തന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ള റിസൾട്ട് വന്നു. പ്രൈസ് ഗാഡ്. ആമേൻ. പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് എല്ലാം മാനവും മഹത്വവും. ആമേൻ. കർത്താവ് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് വളരെ ശക്തമായി എന്നോട് പറഞ്ഞ ഒരു വലിയ ഗ്യാരണ്ടീഡ് വാക്കുണ്ട്. ആമേൻ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ഇനി ഏത് വൈറസ്, ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് ദൈവം വിടുതലുണ്ട്. നാം അത് വിശ്വസിക്കണം. ആമേൻ. ഇതുവരെ നമ്മൾ ഏകദേശം ഒരു 11 പേർക്ക് വേണ്ടിയോളം നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കർത്താവിൽ സൗഖ്യം പ്രാപിച്ചു. അനേകരെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ പ്രാർത്ഥന മുഖാന്തരം ലോകമെമ്പാടും കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി അത് ശക്തമാണ്. കർത്താവിന്റെ വചനത്തിന് പവറുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജോമി ബ്രദർ ലൈനിലുണ്ട്. ജോമി ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നു. തനിക്ക് ദൈവം ഒരുപാട് ദൂതുകളെ ദിവസങ്ങൾ കൈമാറുന്നുണ്ട്.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ പ്രിയ സഹോദരനാണ്. ഹല്ലേലൂയ. ആമേൻ. ജോമി ഇവിടെ ഉണ്ട്. ജോമിക്ക് ദൈവം ആമേൻ താൻ ഉപവാസത്തിലായിരിക്കുന്നത് കൊണ്ട് ആമേൻ ഞാൻ ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ തന്നെ അധികം പേര് അറിയുകയൊന്നുമില്ലെങ്കിലും താൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്ന ഒരു ദൈവ പൈതല. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, നിങ്ങളിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ്, യങ്സ്റ്റേഴ്സ് ആണ് ഇതിനകത്തുള്ളത്, ഫാമിലീസും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവം നിങ്ങളോടെല്ലാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോടൊരു കാര്യം സംസാരിച്ചാൽ നിങ്ങൾ അത് മറ്റുള്ളവരോട് പറയണം. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ആമേൻ ആരോടും എത്ര ചെറിയ ശബ്ദമാണെങ്കിലും ആമേൻ. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ ഇല്ലാത്തവനിൽ നിന്ന് എടുത്ത് ഉള്ളവന് കൊടുക്കും. എത്ര പേർ ആ ഉപമ കേട്ടിട്ടുണ്ട്? കർത്താവിന്റെ ഒരു ഉപമയാണ്. കഴിഞ്ഞ ദിവസം എന്റെ സിസ്റ്ററിലോ എന്നോട് അതിനെപ്പറ്റി പറയുകയായിരുന്നു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. ആമേൻ. ഇല്ലാത്തവനിൽ നിന്ന് എടുത്ത് ഉള്ളവന് കൊടുക്കും. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അതെന്താ അതിന്റെ അർത്ഥമെന്ന് താൻ കേട്ട ഒരു മെസ്സേജിലൂടെ വിശദീകരിച്ചു തന്നു. അപ്പൊ അമ്മാമ എന്നോട് പറഞ്ഞു, സ്റ്റാൻലി, നമ്മളെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് നാം അത് ചെയ്യാതിരുന്നാൽ ദൈവം അതെടുത്ത് അത് ചെയ്യുന്നവന് കൊടുക്കും. എത്ര പേർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ദൈവം നിങ്ങൾക്ക് ഒരു ദൂത് തന്നായിരുന്നു, പക്ഷെ നിങ്ങൾ അത് പറഞ്ഞില്ല, നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദാണ്ട കിടക്കുന്നു ഫേസ്ബുക്കിൽ വേറൊരു ദൈവദാസൻ അല്ലെങ്കിൽ വേറൊരു പാസ്റ്റർ, വേറൊരു ബ്രദർ അതേ മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കി, നമുക്ക് തരുന്നത് നമ്മൾ കൊടുക്കാതിരുന്നാൽ ദൈവത്തിന്റെ ദൂതിന് ശക്തിയുണ്ട്. ദൈവം വേറൊരാളെ ഏൽപ്പിക്കും അത് പകരാൻ. അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞ ചെറിയൊരു ശബ്ദമായിരിക്കും. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ആമേൻ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് 1000 വട്ടം കേട്ട വചനമാണെങ്കിലും നിങ്ങൾ അതൊന്ന് പറയുകയും ഒരാളോട് അതൊന്ന് പറയുകയും ചെയ്താൽ ആ വ്യക്തിയെ അത് തൊടും. ഇതാ ദൈവശബ്ദം കേൾക്കുന്നവന്റെ സെൻസിറ്റിവിറ്റി. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് എങ്ങനെ ദൈവശബ്ദം കേൾക്കാം. നിങ്ങൾ അതിനെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കി, അത് അനേകരെ ബലപ്പെടുത്തും. ചിലപ്പോൾ 2 പേരെ ആയിരിക്കും അത് സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഡസന്റ് മാറ്റർ. ദൈവം നിങ്ങളിലൂടെ അത് ഇടപെട്ടത് 2 പേർക്ക് വേണ്ടി ആയിരിക്കാം. 2 പേർക്ക് വേണ്ടി നിങ്ങൾ വിശ്വസ്തനാകുമ്പോൾ 20 പേർക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. 20 പേരോട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശ്വസ്തനാകുമ്പോൾ 20,000 പേർക്ക് വേണ്ടി ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതൊരു പടിപടിയായിട്ടാണ്. ഒരു ചെറിയ ശബ്ദം, ചിലപ്പോൾ ഒരു തോട്ട് ആയിരിക്കും. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ഒരു തോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിനെപ്പറ്റി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇങ്ങനെ പറയാൻ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു, എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടി നാം ഒന്ന് പ്രാർത്ഥിക്കാൻ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആമേൻ. കാരണം എല്ലാ വിഷയങ്ങളും നമ്മളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കട്ടെ. ലോകത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും തന്നെ ദൈവമേ എന്നെ ഒന്ന് ഒരുക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ വിഷയത്തെ പറ്റിയായിരിക്കും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ ജോമി ഇവിടെ ഉണ്ട്. ആമേൻ. ഞാൻ പറയുന്നത്, ആമേൻ, നിങ്ങൾക്കൊക്കെ ദൈവം ഒരു ദൂത് തന്നാൽ നിങ്ങൾ അത് ഷെയർ ചെയ്യണം. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കൊരു ദൂത് പറയാൻ ദൈവം ഏൽപ്പിച്ചെങ്കിൽ ദയവായി എന്നെയോ എബിൻ ബ്രദറെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പരിചയമുള്ളവരോട് പറയുക, ബ്രദറെ, സിസ്റ്ററെ, എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു ദൂത് തന്നു, എനിക്കതൊന്ന് ഷെയർ ചെയ്യാൻ ഒരു 5 മിനിറ്റ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇത് ആരുടെയും കുത്തകയല്ല. ഇതാരും ഇപ്പൊ ഞാനിത് ചെയ്യുന്നത് കർത്താവ് എന്നോട് പറഞ്ഞു, ഞാനൊരു പൊട്ടനെ പോലെ ചെയ്യുകയാണ്. ഞാൻ ഒരു ആമേൻ ഹല്ലേലൂയ ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു പാസ്റ്ററോ ഒന്നും ആയിട്ടൊന്നും അല്ല. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ അനേകരോട് പറയും, പേഴ്സണലി ഞാൻ ഷെയർ ചെയ്യുന്നവരുണ്ട് ഇതിനകത്ത്. ആമേൻ. മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് പലരും ഇതിനകത്ത്, പല വ്യക്തികളുണ്ട്, പല ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാവരെയും ഒരുമിപ്പിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ എല്ലാവർക്കും കൂടെ ഒരേ സമയം പറയുമ്പോൾ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെയാണ് ഈ മീറ്റിംഗ് തുടങ്ങിയത്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദൈവം ഒരു തോട്ട് തന്നാൽ ദയവായി നിങ്ങളത് ഷെയർ ചെയ്യുക മറ്റുള്ളവരോട്. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ആമേൻ എന്നെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ എബിൻ ബ്രദറെ ബന്ധപ്പെടുക. ഞങ്ങൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരാം. ആമേൻ. ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. കാരണം ഈ തലമുറയിൽ ദൈവം എല്ലാവരും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആരും വെറുതെ ഈ ഭൂമിയിലേക്ക് വന്നവരല്ല. നമ്മൾ ആരും ഇവിടെ സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് വന്നവരല്ല. നമ്മൾ ആരും ഇവിടെ ഓഡിയൻസ് മാത്രമല്ല. നമ്മളിലൂടെ എല്ലാം ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക. ദൈവം തരുന്ന ദൂതുകളെ ധൈര്യത്തോടെ സംസാരിക്കാൻ തയ്യാറാവുക. അതിനകത്ത് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ. ഒന്ന്, നോർമലി നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ളതിനോട് കൂടെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ ദൈവം തരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാവായിരിക്കുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രശ്നങ്ങൾ ഒത്തിരി കാണും. നമ്മൾ പ്രശ്നങ്ങളെ കാണത്തുള്ളൂ, പക്ഷെ നമ്മൾ കാണാത്ത ഒത്തിരി ബെനിഫിറ്റ്സ് ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ വർക്കിംഗ് ഹാൻഡ്സ്, അൺസീൻ തിങ്സ്. അത് ഒത്തിരി ഡെപ്തിലേക്കാണ്. വരും ദിവസങ്ങൾ നമ്മൾ അതിലേക്കൊക്കെ കടക്കും. ഞാൻ ഇവിടെ കൊണ്ട് പ്രിയ ജോൺ ബ്രദറിന് അല്പസമയം ദൈവം ഏൽപ്പിച്ചൊരു ദൂത് താൻ കൈമാറാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടിരിക്കാം. ജോൺ ബ്രദറെ സമയമെടുക്കാം. അതുപോലെ ലണ്ടനിലുള്ള കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒത്തിരി സൗഖ്യമുണ്ട്. കഴിഞ്ഞ ദിവസം സിസ്റ്റർ എന്നോട് പറഞ്ഞു, തനിക്ക് ഒത്തിരി വിടുതലുണ്ട്, എന്നാൽ താൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്റെ ശരീരത്തിൽ ഒത്തിരി വേദനയുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും.
ജോമി, പ്ലീസ് കണ്ടിന്യൂ. യെസ്, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അകത്ത മനുഷ്യനെ ബലപ്പെടുവാൻ വേണ്ടി ആ എൻവയോൺമെന്റിനകത്ത് എനിക്കുമായിരിക്കുവാൻ കർത്താവ് അവസരം തരുന്നുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ഓരോ കാര്യങ്ങളെ ദൈവം അൺലോക്ക് ചെയ്യുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിശ്വാസം എന്നൊരു കാര്യത്തെ പറ്റിയാണ് കർത്താവ്. നമുക്കെല്ലാവർക്കും വിശ്വാസിയാണ്. നമ്മളുടെ പേര് തന്നെ വിശ്വാസി എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ വിശ്വാസത്തിന് എവിടേക്കോ പ്രയോജനപ്പെടേണ്ട രീതിയിൽ പ്രയോജനപ്പെടാതെ ഇരിക്കുന്ന അവസരങ്ങൾ എന്റെ ജീവിതത്തിനകത്ത് കർത്താവ് എന്നെ കാണിച്ചു തന്നിട്ട് ഈ ദിവസങ്ങളിൽ ഞാൻ വിശ്വാസത്താൽ ഒത്തിരി ദൈവ പ്രവർത്തികളെ എന്റെ ലൈഫിനകത്ത് ദൈവം അത് മാനിഫെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, നീ അനുഭവിച്ച ഇത് നീ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ കർത്താവ് പറഞ്ഞു. ഞാനും ഒരു വലിയ പ്രാസംഗികനൊന്നും അല്ല. എന്റെ വാക്കുകൾ പക്ഷേ ചിലപ്പോ പലയിടത്തും കട്ടായി പോകാം. പക്ഷെ നിങ്ങള് പ്രാർത്ഥനയിൽ എന്റെ കൂടെ സഹകരിക്കുക. കർത്താവ് തരുന്നത് എന്താ അത് മാത്രം പറയുവാൻ മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. ദൈവം നമ്മളെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസം എന്നത് നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുന്നതിനകത്തുള്ള ഒരു വലിയ ടൂളാണ്. ആമേൻ. നമ്മുടെ ദൈവം, സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു കർത്താവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ട് നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ ഇടയായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുവാൻ ഇടയായിട്ടുണ്ട്. ഈവൻ സ്റ്റാലിച്ചാനും എന്റെ സിസ്റ്ററൊക്കെ ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ ഇത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഞങ്ങളുടെ ആ സാഹചര്യങ്ങൾക്കകത്ത് ഞങ്ങൾ വിശ്വാസത്തെ മാനിച്ചൊരു കർത്താവിനെ. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഏത് അവസ്ഥകൾക്കായിക്കോട്ടെ, നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഭക്തന്റെ വിശ്വാസത്തെ ചലിപ്പിക്കുന്ന ആമേൻ, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഭക്തന്റെ വിശ്വാസം കണ്ടിട്ട് അതിനെ മാനിക്കാതെ, അതിനെ ഓണർ ചെയ്യാതെ കടന്നു പോകുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. ആമേൻ. അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മത്തായി 15:21 മുതൽ നമുക്ക് വായിക്കുമ്പോൾ 21 മുതൽ 28 അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ പറ്റി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യേശു അവിടെ വിട്ട് മത്തായി 15:21 മുതൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നെടുക്കാം. മത്തായി 15:21. ജീസസ്. അവിടെ ഇങ്ങനെ 21 അധ്യായം മുതൽ വായിക്കുന്നു. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന്, അവർ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളുടെ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ. അവൻ ഈ ഒരു സംഭവമാണ് കാര്യം. അവിടെ കർത്താവ് പറഞ്ഞത് ഒരുപക്ഷെ ഈ സ്ത്രീ, കനാന്യ സ്ത്രീ, പല ഇടങ്ങളിലും ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, യേശു അവിടെ നടന്നു ചെയ്ത അത്ഭുതങ്ങളെ പറ്റിയുള്ള കേട്ടുകേൾവിക്കകത്ത് വന്നതായിരിക്കണം ഇവർ. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, എവിടേക്കോ അവൾ കേട്ടു യേശു സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണെന്ന് കനാന്യ സ്ത്രീയായ ആ സ്ത്രീ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. ആ സ്ത്രീ കേട്ടപ്പോഴത്തേക്കിന് അവൾ യേശുവിന്റെ അടുക്കലേക്ക് അവൾ കടന്നു വന്നിട്ട്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ, എന്റെ മകളുടെ ആ ഒരു സ്പിരിറ്റ് ഓഫ് സിക്നെസ്സിനെ ഒന്ന് ഡെലിവർ ചെയ്യണമേ എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ നമ്മൾ കാണുവാൻ കഴിയും, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. കർത്താവ് അവിടെ മിണ്ടാതിരുന്നു. കർത്താവ് വീണ്ടും മുന്നോട്ട് യാത്ര തിരിച്ചു. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ കാണാൻ ഇടയായിത്തീർന്നു. ആ ഒരു ക്രൈസ്റ്റിന്റെ ഒരു ജീസസിന്റെ ഫിലിമിനകത്ത് ഇങ്ങനെ യേശു അവൾ പറയുന്നു, പക്ഷെ യേശു ശ്രദ്ധിക്കുന്നില്ല. ശിഷ്യന്മാരും ഇങ്ങനെ പുറകെ വരിക. അപ്പത്തിന് ശിഷ്യന്മാർ വന്ന്, കർത്താവ്, ഇവളെ ഒന്ന് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ചെയ്യണം, ഇവൾക്ക് വിടുതലല്ല ചോദിച്ചത്. കാര്യം ആ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ്, ഇവളെ പറഞ്ഞു വിടാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമേ എന്ന് പറഞ്ഞു. പക്ഷെ യേശു അവിടെ നിന്നിട്ട് അവളോട് തിരിഞ്ഞു പറഞ്ഞു, ഞാൻ മക്കളുടെ അപ്പം ഞാൻ നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. കർത്താവ് അവളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ച് വിടുക ചെയ്യുന്നത്. പക്ഷെ അവിടെയും പിന്നെയും അവള് പറയുക, ആമേൻ, ഹല്ലേലൂയ, അവള് പറയുകയാണ്, കർത്താവെ, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. അതിനവൾ, കർത്താവെ, നായ്ക്കുട്ടികൾക്കും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തരുന്നുണ്ടല്ലോ. അവളുടെ ആ വിശ്വാസത്തിന്റെ ആ ഒരു പ്രഖ്യാപനം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആമേൻ. ഞാൻ അതിനകത്ത് കാണുന്നത്, യേശു അവിടെ നിൽക്കുവാനിടയായി തീർന്നു. യേശു ആ നടന്നുകൊണ്ടിരുന്ന സ്പീഡിന് നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് യേശു അവിടെ നിന്നിട്ട് അവളോട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഓ
Hallelujah. Oh woman, your faith is great. ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ, ആ നാഴിക പോലെ അവരുടെ സൗഖ്യം വന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് സംസാരിക്കുന്ന നമ്മളുടെ വിശ്വാസങ്ങൾ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത്, ഞാൻ വിശ്വസിക്കുന്നു ഈ മീറ്റിങ്ങിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന് ചിലരെ സൗഖ്യമാക്കുവാനുണ്ട്. നിങ്ങളുടെ രോഗം എത്ര പഴകിക്കൊള്ളതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആസ്മ എത്ര പഴകിയതായിരിക്കട്ടെ, നിങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ എത്ര പഴകിയതായിരിക്കും, നിങ്ങളുടെ ഡയബറ്റീസ്, നിങ്ങളുടെ എല്ലാ രോഗത്തിന്റെ മേലും ഹല്ലേലൂയ, എല്ലാ സ്പിരിറ്റ് ഓഫ് സിക്നെസിന്റെ മേലും അധികാരമുള്ള ഒരു യേശുവിന്റെ നാമത്തെ നമ്മൾ ഇവിടെ പ്രൊക്ലെയിം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ നാമത്താലുള്ള സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഈ വിശ്വാസത്തെ പറ്റി കർത്താവ് കൂടുതലായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാനിടയിൽ, പലപ്പോഴും നമ്മളുടെ വിശ്വാസം വേറൊരാളുടെ വിശ്വാസമായി മാറത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഒരു പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ ഇരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് എനിക്ക് അയക്കാവുന്നതാണ്. ഞാൻ ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്യും. എന്റെ സത്യം ഒരുപക്ഷെ സ്റ്റാൻലിച്ചാന്റെ സത്യമായിരിക്കത്തില്ല. ഞാൻ സത്യമെന്ന് വിശ്വസിക്കുന്നത് സ്റ്റാൻലിച്ചാൻ സത്യമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ സത്യത്തിനകത്തോ ആശ്രയിക്കുന്നവനെ അതിനകത്ത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത്, സ്റ്റാൻലിച്ചാൻ ഇപ്പോ കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് വരുക. അപ്പൊ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ അച്ഛനെ വിളിക്കാൻ വരുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നത് അത് ഞാൻ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. അത് ഞാൻ അച്ഛൻ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം അച്ഛന് അവിടെ ഞാൻ പിക്ക് ചെയ്യാൻ വരുമെന്നില്ല. അച്ഛൻ എന്നിൽ ആശ്രയിക്കണം. അച്ഛൻ എന്നിൽ ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ട് അച്ഛൻ വേറൊരു ടാക്സി വിളിക്കുവാൻ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറൊരു ഫർദർ ആയിട്ടുള്ള അടുത്തൊരു സ്റ്റെപ്പിന് വേണ്ടി പോകുമ്പോൾ അച്ഛൻ എന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ അതിനകത്ത് ഒരു എഫക്ട് ഉണ്ടാകും, അത് ആ വിശ്വാസത്തിന്റെ എഫക്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആ സത്യത്തെ അച്ഛൻ വിശ്വസിച്ച് അച്ഛൻ എന്റെ വാക്കിനകത്ത് ആശ്രയിച്ച് എനിക്ക് വേണ്ടി അവിടെ വരും. ഞാൻ അവിടെ ജോമി എന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വരുമെന്നുള്ള ഒരു വലിയ വിശ്വാസം, ആ ട്രസ്റ്റ് എന്നിലേക്ക് വരുമ്പോഴാണ് ആ ഒരു സംഭവം അവിടെ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് ആ ട്രസ്റ്റ്, ഈ പലപ്പോഴും നമ്മൾ വിശ്വസിക്കാവുന്നവരാ, പക്ഷെ നമ്മളുടെ ആ ഒരു ആശ്രയം നമ്മൾ പലപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഈ ദിവസങ്ങളിൽ ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ള പലപ്പോഴും നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് ആശ്രയം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആശ്രയത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങളുടെ ആശ്രയത്തെ മാനിക്കുന്ന ഒരു കർത്താവാ ആ സ്ത്രീ. ഒരുപക്ഷെ യേശു പോകുന്ന വഴിക്ക് പറഞ്ഞു, ഞാൻ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് യേശു വീണ്ടും മുന്നോട്ട് നീങ്ങുക ചെയ്തത്. ഇങ്ങനെ നീങ്ങിയ സമയത്ത് ഒരുപക്ഷെ യേശുവിന് വേണമെങ്കിൽ ആ സ്ത്രീക്ക് നാണം കെട്ടിട്ട് വേണമെങ്കിൽ അവൾ തിരിഞ്ഞു പോകാം. പക്ഷെ അവളുടെ ആശ്രയം ആ യേശുവിൽ അങ്ങ് ഉറച്ച ഒരു ഉറപ്പ് അവിടെ വീണ്ടും കാണുന്നത്. അവൾ വീണ്ടും വന്ന് പറയാ, കർത്താവേ അങ്ങനെ അല്ലല്ലോ യജമാനന്റെ ആ അവശിഷ്ടത്തിനകത്തെങ്കിലും എനിക്ക് അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സൗഖ്യമാക്കുക, എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞ അവളുടെ ഹൃദയത്തിന്റെ ആ ഒരു ഇന്റൻഷനെ കർത്താവ് കണ്ടിട്ട് അവളോട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതാകുന്നു. ഈ ദിവസങ്ങളിൽ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ടും നടക്കാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുവാൻ കഴിയും, ഹല്ലേലൂയ, അവൻ ആശ്രയിക്കുന്നവന്റെ ആശ്രയത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല സ്വർഗം. ഹല്ലേലൂയ, നിന്റെ ആശ്രയത്തിനകത്ത് നിന്നെ മാനിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, ദൈവാശ്രയത്തിനകത്ത് നിൽക്കുന്നതിനകത്ത് ചെറിയ കാര്യങ്ങൾ പോലും ഈവൻ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാനത് പറയുമ്പോൾ തമാശയായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ അത് എന്റെ ജീവിതത്തിനകത്ത് തന്നെ വലിയ ആശ്രയത്തിലേക്ക് പോകാൻ ഇടയായി തോന്നുന്നു. ഞാൻ അതിവിടെ ആ വിഷയങ്ങളൊന്നും ഞാനിവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ആശ്രയിക്കുന്നവന് വേണ്ടി സ്വർഗത്തിന്റെ കീഴ്വാതിലുകളെ തുറന്ന് അവന് വേണ്ടി ദൈവത്തിന്റെ വഴികളെ പ്രൊവൈഡ് ചെയ്യുവാൻ മന്ന ഒരുക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഇസ്രായേൽ ജനം നമ്മൾ കാണുമ്പോൾ ഇടയായിത്തീരും. ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് തങ്ങളുടെ ദൈവത്തിൽ ആശ്രയിച്ച് അവരിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മന്ന ഒഴിച്ചു കൊടുത്ത കർത്താവ് ഇന്നും ആ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. ആ ദൈവത്തിന്റെ വീര്യമുള്ള കരം നിങ്ങളെ ഹല്ലേലൂയ സഹായിക്കുവാൻ അവൻ ഒരിക്കലും സഹായിക്കാതിരിക്കത്തില്ല. ആശ്രയിക്കുന്നവന്റെ മേൽ ഇന്ന് ദൈവശക്തി വ്യാപരിക്കും. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ പരിശുദ്ധാത്മാവനെ ഇവിടെ കൊണ്ട് നിർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയും, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നത് വിശ്വസിച്ചത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഈ കർത്താവിൽ നിന്നുള്ള ഹല്ലേലൂയ ഈ സൗഖ്യത്തെ നിങ്ങൾ സൗഖ്യത്തിലേക്ക് നിങ്ങൾ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ആശ്രയത്തിനകത്ത് ഒരു വിടുതൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും.
എന്റെ കർത്താവിന് ഞാൻ ഡോക്ടർ ഫാർമസി സ്റ്റുഡന്റാ. അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഡ്രഗ് പ്രൊഫൈലുകൾ പഠിക്കുവാനിടയായിട്ട് പല പല ഡ്രഗുകൾ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോടെൻഷൻ ഉള്ള ഡ്രഗുകൾ, ഡയബറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ, ഇതിനെല്ലാം കൂടിയതും കുറഞ്ഞതിനും പല പല ഡ്രഗ് കമ്പോണന്റുകളാണ്. അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഓരോ ഡ്രഗിനും അതിന്റെ തെറാപ്യൂട്ടിക് ആക്ഷൻ ഉണ്ട്. കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചും അതിന്റെ ബാലൻസിലേക്ക് കൊണ്ടുവരാനുള്ള ഡ്രഗുകളുണ്ട്, കുറവാണെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രഗുകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവിന് ഹല്ലേലൂയ നിന്റെ ആക്ഷൻ, തെറാപ്യൂട്ടിക് ആക്ഷനെ മാറ്റുന്ന ഒരു കർത്താവല്ല. നിന്റെ ഹല്ലേലൂയ പാൻക്രിയാസിനകത്ത് ബാധിച്ചിരിക്കുന്ന സ്പിരിറ്റ് ഓഫ് സിക്നസിനെ പുറത്താക്കുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില സ്പിരിറ്റ് ഓഫ് സിക്നസിനെ ഹെറിഡിറ്ററി ആയിട്ട് ലഭിച്ച എനിക്കിത് ഹെറിഡിറ്ററി ആയിട്ട് ലഭിച്ചതാണ്, എനിക്കിത് വർഷങ്ങൾ കൊണ്ടാ ഇത് ഞാൻ മരിക്കുന്നതോളം കഴിക്കേണ്ട മരുന്നാ എന്നൊക്കെ പറഞ്ഞ് പിശാച് നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ അതരങ്ങൾക്കകത്തുണ്ട്. നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വാസത്താൽ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങൾ പറയുവാൻ ഇടയാവുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ കിഡ്നിയെ കർത്താവിന് തരുവാൻ കഴിയും. നിങ്ങളുടെ വർക്ക് നിലച്ച ഫംഗ്ഷൻ നിലച്ച പാൻക്രിയാസിനെ പുതുതാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് ഇവിടെ ഉണ്ട്. ഒരു വ്യക്തിയുടെയും അവകാശമല്ല, ഒരു വ്യക്തിയുടെയും ഒരു സിദ്ധിയല്ല ദൈവ സൗഖ്യം എന്നുള്ളത്. അവൻ ആ വിശ്വാസത്താൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ലഭിക്കുന്ന ദൈവത്തിന്റെ കരുണയാ അവന്റെ രോഗസൗഖ്യം എന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക രോഗികളെ ദൈവം സൗഖ്യമാക്കുന്നത് കാണുവാൻ ഇടയായി. ഹല്ലേലൂയ, മഹത്വം യേശുവിന്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇനിയും വലിയത് കാണുമെന്ന കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരൊക്കെ ഹല്ലേലൂയ ശാന്തുനിയ ഇനി ആർക്കെങ്കിലും രോഗസൗഖ്യം ആവശ്യമുള്ളവരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് മൂവ് ചെയ്യുന്നു. ഹല്ലേലൂയ രാധാനാഗ ശാന്തുനിയ രാധാനാഗ ഓ റീകിദിയല രേഖേ ശേന്തനിയ ഓ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആശ്രയിക്കുന്നവനെ ലജ്ജിപ്പിക്കാത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. അവളെ യേശു നടന്നു പോയപ്പോൾ അവരുടെ ആ വിശ്വാസം യേശുവിനെ അവിടെ നിർത്തുവാനായിരുന്നു. ഒരു ട്രാൻസ്ലേഷനകത്ത് വായിക്കാൻ പറ്റുന്നത് യേശു തിരിഞ്ഞു നിന്ന് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതാകുന്നു. ഹല്ലേലൂയ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കട്ടെ. ഹല്ലേലൂയ റാഖാനാമ ശാന്തുനിയ. നമ്മൾ വിശ്വാസത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് നമ്മൾ സന്തോഷിക്കുവാൻ മാത്രമല്ല, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് നമ്മൾ അനുഭവിക്കുന്നവരായി തീരട്ടെ. എബ്രായർ 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും നമുക്ക് വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റും. ദിവസങ്ങളിൽ ഓരോ വ്യക്തികളെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ദിവസങ്ങളിൽ അബ്രഹാമിനെ പറ്റി പഠിച്ചപ്പോൾ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. റോമർ 4:18 മുതൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. എല്ലാവർക്കും റോമർ 4:18 ഒന്ന് എടുത്താട്ടെ. ജീസസ് ഹല്ലേലൂയ. ഓ റബബബ ശാംതാനാരഗരം റാഖാല റേന്തിനി. റോമർ 4:18. ഓ ജീസസ് യേശുവേ നന്ദി താങ്ക് യു ഹല്ലേലൂയ. നിന്റെ റോമർ 4:18 ഇങ്ങനെ പറയുന്നത്, നിന്റെ സന്തതി ഇവണമാകുമെന്ന് അറിയിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സാകിയാൽ തന്റെ ശരീരം നിർജീവമായപ്പോഴും സാറയുടെ ഗർഭപാത്രത്തിലെ നിർജീവം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവന്റെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ പഴക്കം ചെന്നിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്ത് അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ആ വിശ്വാസത്തിന്റെ ആ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവിശ്വാസത്താൽ നമ്മൾ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോൾ. നിന്റെ രോഗം നിന്റെ ഡോക്ടർ നിന്നോട് പറയാം, നിന്റെ മെഡിക്കൽ പ്രൊഫഷണൽസ് നിന്നോട് പറയാം, നിന്റെ രോഗം ഇത് നീ മരിക്കുന്നത് വരെ കഴിക്കേണ്ടതാണ്. നിന്റെ രോഗം ഹല്ലേലൂയ നീ മരിക്കുന്നതൊപ്പം നിന്റെ കൂടെ ഉണ്ടാകും. നീ എന്ത് കഴിച്ചാലും നിനക്ക്
സൗഖ്യം ഉണ്ടാകത്തില്ല, നീ മരുന്ന് വിട്ടു കഴിഞ്ഞാൽ സൗഖ്യപ്പെടത്തില്ല. ഇതെല്ലാം അവിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്, ഇതെല്ലാം പിശാചിന്റെ നുണകളാ. ഓ ജീസസ്. എന്നാൽ ഹല്ലേലൂയ, അതിനെ നീ നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളുമായിട്ട് നീ റീപ്ലേസ് ചെയ്യുന്ന മൊമെന്റിൽ നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേവലം ഒരു വ്യക്തി വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരിക്കലും സൗഖ്യമാകത്തില്ല പ്രിയരെ. ഇത് വർഷങ്ങളിൽ കർത്താവ് പഠിപ്പിക്കുന്നതാ. അവൻ ഒരിക്കലും ഒരു രോഗശാന്തി ശുശ്രൂഷകൻ വന്ന് പ്രാർത്ഥിച്ച് അവൻ മാത്രം നീ സൗഖ്യമാകത്തില്ല. അവൻ നീ വിശ്വാസത്താൽ ചെയ്യേണ്ട ചില പ്രഖ്യാപനങ്ങളുണ്ട്. നിന്റെ ഡോക്ടർ പറഞ്ഞ നിന്റെ രോഗത്തിനോട് ലോകം പറഞ്ഞ നുണകളെ നീ നുണകളുടെ മകളിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നീ എപ്പോൾ പ്രഖ്യാപിക്കുന്നു, അന്നേരം നീ ആ ദൈവത്തിന്റെ ശക്തിയെ നിന്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കുകയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ചിന്തിച്ചപ്പോഴാണ്, ഞങ്ങള് ഏത് തെറാപ്യൂട്ടിക് ആക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ് കഴിച്ചാലും ആ ഡ്രഗിനകത്ത് ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാവും, ഒരു അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാവും, ഒരു സൈഡ് എഫക്ട് ഉണ്ടാവും. എന്നാൽ ഹല്ലേലൂയ, ആ തെറാപ്യൂട്ടിക് ആക്ഷൻ ഏത് മരുന്നിനും ഏത് കെമിക്കൽ ഇതിലും ഒരു തെറാപ്യൂട്ടിക് ആക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കോമ്പോണന്റിന് ഒരു അഡ്വേഴ്സ് എഫക്ട്, ഒരു സൈഡ് എഫക്ട് ഉണ്ടാക്കുവാനിടയായി. പക്ഷെ എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ അതിന്റെ ഡ്രഗ് സേഫ്റ്റി അനലിസ്റ്റുകൾ പറയുന്നത് 0.1% ലൈഫ് അവരുടെ ജീവിതത്തിനകത്ത് നിന്ന് കട്ടാവുന്ന ഏത് ഡ്രഗ് കഴിച്ചാലും, ഏത് ഡ്രഗ് അവർ ഇൻടേക്ക് ചെയ്താലും എത്രയോ 0.1 സെക്കൻഡ് അവരുടെ ജീവിതത്തിൽ നിന്നും കുറയുന്നു എന്നാണ് ഡ്രഗ് സേഫ്റ്റി അനലിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ നീ വിശ്വസിക്കുമ്പോൾ നീ ഹല്ലേലൂയ നിന്റെ ലൈഫ് ഉണ്ടാകും നിന്റെ ജീവിതത്തിനകത്ത്. നീ ലൈഫ് കുറയുകയല്ല, ലൈഫ് നിന്റെ ജീവിതത്തിനകത്ത് സമൃദ്ധിയായ ജീവൻ വ്യാപരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ എത്ര പഴക്കം ചെന്നതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ രോഗം എത്ര പഴക്കം ചെന്നതായിക്കൊള്ളട്ടെ, എന്റെ കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്, ഹല്ലേലൂയ, ദുഷ്ടാത്മാവിന്റെ മേൽ സകല അധികാരത്തെയും ക്രൂശിൽ എന്റെ കർത്താവ് കൊടുത്തതാ. അങ്ങനെയെങ്കിൽ നിന്റെ രോഗത്തിന്റെ മേൽ സകല അധികാരത്തെയും കർത്താവ് ക്രൂശിൽ വിശ്വസിക്കുന്നവന് വേണ്ടി അത് ദൈവശക്തിയായി വെളിപ്പെടും. ഹല്ലേലൂയ. രാഖാനാമ ഷേതേനിയ രാഖാനാബ റീകിനിയോ ദോറോബോ ഷേന്താനാബാബ. ഓ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ രാഖാനാബാബ ഷാഖാലാബ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അവരുടെ വിശ്വാസങ്ങൾ നീതിയായി കണക്കെട്ട കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവരോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യമാക്കുന്നത് നീ അപ്പ നീ ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന കർത്താവ്. ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ രോഗങ്ങളുടെ കെട്ടുകളെ, സ്പിരിറ്റ് ഓഫ് സിക്നസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ഡാമേജ് ആയ നിന്റെ ഓർഗനെ റിപ്പയർ ചെയ്യുന്ന ഒരു കർത്താവല്ല എന്റെ കർത്താവ്. നിന്റെ ഡാമേജ് ആയ ഓർഗനെ റിപ്പയർ ചെയ്യാതെ അതിനെ പുതിയതൊന്നായി റീപ്ലേസ് ചെയ്യുന്ന ഒരു കർത്താവ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് കഴിയും. ലോകത്തിന്റെ ഏത് തന്ത്രങ്ങൾക്കും ഏത് മെഡിക്കൽ സയൻസിനും ഞങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഏത് രോഗത്തിനെയും നമുക്ക് സൗഖ്യമാക്കുവാൻ, നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ധൈര്യം ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കർത്താവ് അതിലും ഭയങ്കരനാ. നിന്റെ ഏത് ഓർഗൻ ഡാമേജ് ആയിക്കൊള്ളട്ടെ, അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയതൊന്ന് കിഡ്നി പേഷ്യൻസിന്റെ ഹല്ലേലൂയ രോഗത്തെ പൂർണ്ണമായി ഉടച്ചു നീക്കുന്ന ഈ നാളുകളിൽ ഡയാലിസുകൾ വേണമെന്ന് പറഞ്ഞവനെ സൗഖ്യമാക്കുന്ന ഒരു പുതിയ കിഡ്നിയെ കൊടുക്കുന്ന ഒരു കർത്താവ്. റെസ്പിറേറ്ററി ഡിസ്ഫങ്ഷനുകളെ സൗഖ്യമാക്കുന്ന ദൈവം. ജീസസ്, ഒരു സ്പിരിറ്റ് ഓഫ് സിക്നസ്, ഒരു റെസ്പിറേറ്ററി സിക്നസിനെ സൗഖ്യമാക്കുന്ന ഒരു കരം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് നിന്ന്, ഏതൊക്കെയോ ഭവനങ്ങളുടെ അന്തരീക്ഷങ്ങൾക്കകത്തു നിന്ന് ശ്വാസ തടസ്സമായി ഭാരപ്പെടുന്ന ചില സ്പിരിറ്റ് ഓഫ് സിക്നസ് വിട്ടുപോകുന്നതായിട്ട് ഞാൻ കാണുന്നു. ആത്മാവിൽ ഞാൻ കാണുന്നു. ദയവായി നിങ്ങൾ
വിശ്വാസത്താൽ അവൻ അതിനെ കർത്താവിലേക്ക് ഒന്ന് ആശ്രയിച്ചാട്ടെ. അവൻ എനിക്കും നിങ്ങളോടുകൂടെ റെസ്പോൺസിബിലിറ്റി പ്രേയർ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. അവൻ ആ ദൈവിക അവൻ സാന്നിധ്യത്തിന്റെ മൂവിനെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അവന്റെ അടിപ്പിടലുള്ള സൗഖ്യം വിശ്വസിക്കുന്നത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കും. അവൻ ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കും. നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ നിന്റെ പുറത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കും. അവൻ ബലമുള്ള അകത്ത മനുഷ്യനെ നിനക്ക് വഹിക്കണമെങ്കിൽ ബലഹീനമായ പുറത്തെ മനുഷ്യൻ നിനക്ക് പറ്റത്തില്ല. ബലമുള്ള നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടും തോറും ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിനകത്തും പല സിക്നസ് എനിക്കുണ്ടായിരുന്നു. എന്നാൽ അകത്ത മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, പുറത്തെ മനുഷ്യൻ ബലഹീനമായാൽ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ നിങ്ങൾ ബലപ്പെടുത്തുവാൻ നിങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ പുറത്തെ രോഗ സൗഖ്യം ഉണ്ടാകുവാനായിരിക്കും. അവൻ ദൈവാത്മാവിനും പൈശാചിക ആത്മാവിനും ഒരുമിച്ച് നിന്റെ ശരീരത്തിൽ വാഴുവാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ നീ സൗഖ്യമാക്കിയിരിക്കുന്നത് സ്തോത്രം. ചില രോഗാത്മാക്കൾ ചില ഇടങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. കർത്താവെ, വിശ്വാസം എന്നാൽ അത് ഒബീഡിയൻസ് പ്ലസ് ട്രസ്റ്റ് ആണ്. അനുസരണവും ആശ്രയവുമാണ് വിശ്വാസം. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വളരുമ്പോൾ, ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഇരിക്കുമ്പോൾ, ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ കേൾക്കുന്ന എക്സ്റ്റേണൽ വോയിസസിനെ റീപ്ലേസ് ചെയ്യുന്ന വിശ്വാസത്തെ ഞങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ലൈഫ് വ്യാപരിക്കും. കർത്താവെ, ഞങ്ങൾ കേട്ടു, ഈ ലോകത്തിലെ ഏത് ഡ്രഗ് ഞങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്താലും ഒരുപക്ഷെ ഫലം ഉണ്ടായാൽ പോലും അതിന് സൈഡ് എഫക്ട് ഉണ്ട്, അത് ഞങ്ങളെ കൊല്ലുകയാ. എന്നാൽ കർത്താവ് പറയും, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരേണ്ടതിന് വന്നിരിക്കുന്നു. ആമേൻ. സമൃദ്ധിയായി ജീവൻ നൽകേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ ജീവൻ വ്യാപരിക്കും. അതോടൊപ്പം നിത്യ ജീവനിലേക്ക് ഞങ്ങൾ കടക്കും. ഇത് രണ്ടുമാണ് കർത്താവിൽ വിശ്വസിക്കുന്നതിന്റെ ബെനിഫിറ്റ്. ഈ ലോകത്തിലെ ഒരു ഡ്രഗ്സിന് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ കൊന്നിട്ട് മറ്റൊന്നിനെ ജീവിപ്പിക്കാൻ കഴിയും ഒരു പക്ഷേ. എന്നാൽ കർത്താവ് പറഞ്ഞു, എങ്കിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. അത് നമ്മെ ജീവിപ്പിക്കുക മാത്രമല്ല, അത് നിറഞ്ഞ് കവിഞ്ഞ് അനേകരെ ജീവിപ്പിക്കുവാനിടയായി തീരും. ഇന്ന് അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇത് ബിയോണ്ട് ലോജിക് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ നാം ക്രൂശിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നാം ജീവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അൺവാണ്ടഡ് സ്ട്രെസ്സസ്, റെസ്പിറേറ്ററി ഡിസീസസ്, ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യം എന്ന് ലോകം വിളിക്കുന്നത്, ശരീരത്തിനകത്ത് കിടക്കുന്ന ചില അസ്വസ്ഥതകളെ, അസ്ഥി സംബന്ധമായതിനെ, അതൊരിക്കലും പാരമ്പര്യത്തോടെ വന്നതാ, അതെന്റെ ജീവനകത്തുള്ളതാ, അങ്ങനെയുള്ള ചിലതിനെ ദൈവനാമ മഹത്വത്തിനായിട്ട് കർത്താവിന് സൗഖ്യമാക്കുകയാ. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുന്നതിന്റെ ഞങ്ങളുടെ ശബ്ദത്തിലല്ല, ദൈവത്തിന്റെ ശക്തിയിലായിട്ട് വ്യാപരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വായായിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർ നിങ്ങളുടെ ശരീരങ്ങളെ നോക്കി, നിങ്ങളുടെ ആത്മാവിനെ നോക്കി ഇപ്പോൾ പ്രാർത്ഥിക്കും, എന്റെ ഉള്ളിൽ കർത്താവ് വന്നു കഴിയുമ്പോൾ ഹോൾസം ഡെലിവറൻസ് ആണ്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് നീങ്ങിപ്പോകും. അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു വലിയ ബലം ദൈവം ഇന്ന് പകരും. ചില പ്രത്യേക മേഖലകളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സൗഖ്യം അയക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. അൺവാണ്ടഡ് സ്ട്രെസ്, ആൻസൈറ്റീസ്, ചില രോഗങ്ങളുടെ സിംറ്റംസിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കർത്താവ് അതിനെ കീഴ്പ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ സാക്ഷ്യങ്ങൾ സംഭവിക്കും. വലിയ സമാധാനം ഹൃദയത്തിനകത്തേക്ക് വരും. കൊടുങ്കാറ്റിനകത്തൂടെ പോകാനുള്ള ബലം തരും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ സംഭവിക്കട്ടെ. അൺവാണ്ടഡ് സ്ട്രെസ്,
തോട്ട്സ് ചിന്തകൾ കൂടി വന്നിട്ട് ശരീരത്തെ ബാധിക്കുന്ന അവസ്ഥകൾ കർത്താവ് ഇന്ന് രാത്രിയിൽ ഒരു വലിയ ഇന്നർ ഹീലിംഗ്, ഒരു ഫിസിക്കൽ ഹീലിംഗ് കർത്താവ് ചെയ്യുക. എത്ര പേർ വിശ്വസിച്ച് പ്രാർത്ഥിക്കും? ഇത് നിങ്ങൾ പറയുമ്പോൾ അത് സാധനം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ച ആളാണെങ്കിൽ ഇന്നത് സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജോമി. നമുക്കൊരു പാട്ട് നമ്മുടെ ഇബിൻ ബ്രദർ റെഡി ആയിപ്പോണ്ട്. താന് ദൈവം കൊടുത്ത പ്രേരണ പ്രകാരം ഒരു വചനം, ഒരു നല്ലൊരു കോറസ് പാട് നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഹല്ലേലൂയ. ആമേൻ. എത്രയോ മനോഹരമായ ഒരു ഗാനം. സ്തോത്രം. എത്ര പേർക്ക് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു? എത്ര പേർ ദൈവാത്മാവിൽ ബലപ്പെട്ടു? ആമേൻ. എന്നെ അത് ബലപ്പെടുത്തി. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെയും ബലപ്പെടുത്തി. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന്റെ ശക്തി അത് ഭയങ്കര പവർഫുൾ ആണ്. ആമേൻ. നിർഭാഗ്യവശാൽ നാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ അടിസ്ഥാനപരമായ ജീവിതത്തിൽ അടിസ്ഥാനപരമായി വേണ്ടുന്ന പല കാര്യങ്ങളും നാം മറന്നുപോയി. ആമേൻ. ഏറ്റവും വളരെ സിമ്പിൾ ആണ്. ആമേൻ. കർത്താവിനോട് കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. കാരണം പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. ഞാൻ എന്റെ ഹൃദയമാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ ദൈവം പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആമേൻ. നമ്മൾ ഒരു മക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ പേരൻസ് എത്ര കരുതി. നമുക്കൊക്കെ മക്കളുള്ളവരാണ് ചിലരൊക്കെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെ കരുതുന്നു? വചനം എന്താ പറയുന്നത്? ഒരു അപ്പന് തന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഒരു പ്രസവിച്ച കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? മറന്നാലും ഞാൻ മറക്കത്തില്ല. ഈ പ്രിൻസിപ്പിളൊക്കെ എവിടുന്നാ വന്നത്? ഇത് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നല്ലേ വന്നത്? ഇതിനേക്കാൾ എത്രയോ സ്നേഹമാ ദൈവത്തിന് നമ്മളെ പറ്റി. നിർഭാഗ്യമെന്ന് പറയട്ടെ, നിർഭാഗ്യവശാൽ ഇന്ന് അനേകർ
ആമേൻ അനേകർ ആമേൻ ജനത്തിന്റെ മേൽ വലിയ നുകം വെച്ച് വലിയ ഭാരം വെച്ച് ചട്ടക്കൂടുകളും പ്രമാണങ്ങളും സഭയുടെ അടിസ്ഥാനങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ കഷ്ടതയിലാക്കിയിരിക്കുക. ക്രിസ്തുവേശുവിനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് വീണ്ടും ബന്ധനസ്ഥിലാക്കി കളഞ്ഞു. അതുകൊണ്ട് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് ആമേൻ നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിക്കുന്നു. കർത്താവ് ഇങ്ങനെയുള്ളവരെയാണ് ശാസിച്ചത് താൻ ഭൂമിയിലായിരുന്നപ്പോൾ. പാപികളെയും സാധാരണക്കാരെയും കർത്താവ് സ്നേഹിച്ചപ്പോൾ താൻ പരീക്ഷ വൃന്ദത്തെയും ആമേൻ ഹല്ലേലൂയ നേതാക്കന്മാരെയും താൻ വളരെ വിമർശിച്ചു. നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു ചെറിയ വിരൽ കൊണ്ടുപോലും ഒരുവനെ സഹായിപ്പാൻ നിങ്ങൾ തുനിയുന്നില്ല എന്ന കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിർഭാഗ്യവശാൽ ക്രിസ്തുവേശുവിനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ജനം വരരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വൃക്ഷത്തിന്റെ തണലിൽ നമുക്കറിയാം, ഒരു വൃക്ഷത്തിന്റെ തൈ ഒരു മാവാണെങ്കിൽ അതിന്റെ മാങ്ങാണ്ടി വീണ് അത് കിളിച്ചു വന്നാൽ ഒരു വൃക്ഷത്തിന്റെ തണലിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ ചെറിയ വൃക്ഷം, ഈ ചെറിയ ചെടി ഒരിക്കലും ഫലം കായ്ക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതെന്ന് ഞാനിത് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഇത് മാറിക്കഴിയുമ്പോഴേ ഫ്രഷ് അറ്റ്മോസ്ഫിയർ. കാരണം ഒരു വൃക്ഷത്തിന്റെ അടിയിൽ ഓക്സിജൻ ഉണ്ട്, പക്ഷെ ആ ഓക്സിജൻ മറ്റു വൃക്ഷങ്ങൾക്ക് പ്രയോജനപ്പെടത്തില്ല, അത് മനുഷ്യനാ പ്രയോജനപ്പെടുന്നത്. ഈ വൃക്ഷത്തിന് വളരണമെങ്കിൽ ഇച്ചിരി കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വേണം. ഈ വൃക്ഷത്തിന് വളരണമെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കൽ വേറെ പല ലവണങ്ങൾ വേണം. അതിന് മാറിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ നിർഭാഗ്യവശാൽ ബാബേൽ ഗോപുരങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ദൈവസഭയുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനത്തെ വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി ഇന്നത്തെ സഭകൾ. അതുകൊണ്ട് ദൈവം ഇടപെട്ടു. ദൈവം പറഞ്ഞു, നിർത്തുക, എന്റെ ജനത്തെ വിട്ടയക്കുക. എന്റെ ആലയം, പ്രാർത്ഥനാലയം നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആരുടെയും കച്ചവടമല്ല, ആരുടെയും മൊത്ത വ്യാപാരമല്ല ഇത്. ഈ വിശ്വാസം നമ്മിൽ ഓരോരുത്തരിലും ദൈവം പകർന്ന വലിയ ദാനമായി. ഈ വിശ്വാസം നമ്മളുടെ അപ്പൻ സ്വർഗത്തിലെ ദൈവം എത്ര കരുണയുള്ളവനാണെന്ന് നാം മനസ്സിലാക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ എപ്പോഴും അടിക്കാനും ഇടിക്കാനും ഓടിക്കാനും നിൽക്കുന്ന ഒരുവനല്ല. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര തെറ്റ് ചെയ്താലും മാതാപിതാക്കൾക്കറിയാം. ആമേൻ അടുത്ത നിമിഷം അവരെ വാരിയെടുത്ത് അവരെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? നമ്മുടെ മാതാപിതാക്കന്മാർ അങ്ങനെയായിരുന്നു. നമ്മളെ ശിക്ഷിച്ചപ്പോൾ ശിക്ഷിച്ചു, നമ്മളെ ശാസിക്കേണ്ടപ്പോൾ ശാസിച്ചു. എന്നാൽ ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നപ്പോഴും നമ്മളോട് കൂടെ നിന്ന് നമ്മുടെ പേരൻസ്, അല്ലെ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് നമ്മളെ വെറുക്കാനൊക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ എത്രയോ മടങ്ങ ദൈവത്തിന്റെ സ്നേഹം. ഈ ലോകം മുഴുവൻ നിന്നെ കുറ്റം വിധിച്ചാലും, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയാലും, ആമേൻ, നിന്നെ അവസാനത്തോളം സ്നേഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയെ ഈ ലോകത്തുള്ളൂ, ഒരേ ഒരു സ്നേഹമേ ഉള്ളൂ. അത് ദൈവസ്നേഹമാണ്. അതാ പത്രോസിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാ ക്രൂശിലെ ആമേൻ കള്ളന്റെ സ്നേഹം ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ദൈവത്തോട് സംസാരിക്കുവാൻ ഇടയാകും. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവവുമായിട്ടൊന്ന് സംസാരിക്കുവാൻ നാം പേഴ്സണലി. എത്ര പേർ ഈ ദിവസങ്ങൾ, ഇതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ അകത്തെ മനുഷ്യന്റെ ബലം. നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ ലോകം കെട്ടിവെച്ച പല മതിലുകളുണ്ട് നമുക്ക് ചുറ്റും. ഞാൻ ആ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അതോ സംസാരിച്ചു. 3 ചോയ്സസ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളത്. ഒന്ന്, നാം തന്നെ സ്വപ്നം കാണുന്ന ഒരു സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓടാം നമുക്ക്. 2, ഈ ലോകം എന്റെയും നിന്റെയും മേൽ അടിച്ചേൽപ്പിച്ച കുറെ സ്വപ്നങ്ങളുണ്ട്, കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറെ അപ്രീസിയേഷൻസ് ഉണ്ട്. അതിനകത്ത് പ്രോത്സാഹനമുണ്ട്, ആമേൻ, ദുഃഖമുണ്ട്, പലതുണ്ട്. ആമേൻ, അതെന്താ? നാം വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നാം റിസീവ് ചെയ്യുന്നത്, നമ്മുടെ സാഹചര്യം, നാം കേട്ടത്, നാം പഠിച്ചത്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഈ പലരും 10ാം ക്ലാസ്സിൽ 10ാം വയസ്സിൽ PhD എടുത്തു പോയേണ്ട കുഴപ്പമാണ്. നാം എല്ലാം കുറെ കാര്യങ്ങൾ നമ്മൾ 10ാം വയസ്സിലും 15ാം വയസ്സിലും നമ്മൾ പഠിച്ചു. ഇനി അതാണ് സത്യം, അതിനപ്പുറത്ത് ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നമ്മളിൽ പലരും. ജീവിതത്തിന്റെ 70ാം വയസ്സിൽ നാം അങ്ങനെ പോകും, അങ്ങനെ മരിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ആർ യു എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ഫോർ ദ വിൽ ഓഫ് ഗോഡ്? ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, ദൈവഹിതത്തിന് വേണ്ടി നിങ്ങൾ എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആകാൻ തയ്യാറാണോ? ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കർത്താവ് പറയാം, നീ ഇവിടെ നിർത്തോ എന്ന് പറഞ്ഞാൽ നിർത്താൻ തയ്യാറാണോ? ഇതുവരെ നീ ശരിയെന്ന് കരുതിയിരുന്ന പലതും തെറ്റാണെന്ന് കർത്താവ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ കർത്താവ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവശബ്ദത്തിന്റെ സെൻസിറ്റീവിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് ഇടപെട്ടാൽ അതിനുവേണ്ടി നിൽക്കാൻ തയ്യാറാണോ? അതോ നിന്റെ യാത്രയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലതും നിന്നെ തടയുന്നെങ്കിൽ ദൈവിക പദ്ധതി നിന്നിൽ നിറവേറത്തില്ല. നിന്റെ സഭ, നിന്റെ പ്രസ്ഥാനം, നിന്റെ കുടുംബം, നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ സ്വപ്നങ്ങൾ അതിന് തടസ്സമാണെങ്കിൽ ദൈവിക പദ്ധതി നമ്മിൽ നിറവേറത്തില്ല. ഒരു സാധാരണക്കാരെ പോലെ നാമും കഴിഞ്ഞു പോകും. 20, 25, 30, 40 വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ വരവ് താമസിച്ചാൽ.
അങ്ങനെ ഒരുപാട് പേർ കടന്നു പോയിട്ടുണ്ട്. ഡോക്ടർ മൈൽസ് മൺറോയുടെ വാക്കുകൾ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നു. ലോകത്തിൽ 2 ടൈപ്പിലുള്ള ആളുകളുണ്ട്. ഒന്ന് ആത്മഹത്യ ചെയ്യുന്നവർ, 2 കൊല ചെയ്യപ്പെടുന്നവർ, മർഡർ ചെയ്യപ്പെടുന്നവർ. ആത്മീയ ലോകത്തിൽ എന്താണ് ആത്മഹത്യ ചെയ്യപ്പെടുന്നവരെ പറ്റി താൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദൈവത്തിന്റെ തങ്ങളെ കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കാതെ ഈ ലോകം വിട്ട് കടന്നുപോയവരാണ് ആത്മഹത്യ ചെയ്യപ്പെടുന്നവരോട് തുല്യരാക്കി താൻ കണക്കാക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ പർപ്പസ്. They knew what is the will of God. They knew that God wanted to use them, but they were not ready to surrender for the will because of the pressure from outside or something else they were looking forward. അവരുടെ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ആ പദ്ധതികൾ നിറവേറാതെ അവർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. 2, ദൈവത്തിന്റെ പദ്ധതി നമ്മളെ കുറിച്ചിട്ടുള്ള പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടും അത് ഫോളോ ചെയ്യാൻ കഴിയാതെ പോകുന്നവർ ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്ന, മർഡർ ചെയ്യപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്നവർക്ക് തുല്യരാണ്. പ്രിയപ്പെട്ടവരെ, 2 ചോയ്സസിനെ പറ്റി ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ചു. ഒന്ന്, നാം തന്നെ സ്വപ്നം കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്. നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളെ വെച്ചിട്ട്, നാം കാണുന്നതിനെ ഓർത്ത്, നാം ചുറ്റും കാണുന്ന ഇന്നത്തെ സീൻ തിങ്സ്, നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നതിനെ ഓർത്ത് നാം കുറെ സ്വപ്നങ്ങൾ, കുറെ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകളുള്ളവരാണ്. 2, ഈ ലോകം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കും. അവരിന്നാരുടെ മോൻ ഇന്നടത്ത് വളർന്നത്, അവന് ഇത്രേ അറിയത്തുള്ളൂ, അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, അവളുടെ ലാംഗ്വേജ് ഇതാണ്, അവളുടെ കൾച്ചർ ഇതാണ്, അവളുടെ എഡ്യൂക്കേഷൻ ഇതാണ്, അല്ലെങ്കിൽ മോളെ നിനക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറയുമോ നല്ല പഠിക്കുന്ന കൊച്ചാ, നീ ഇന്നതായിത്തീരും, നീ ഡോക്ടർ ആയിത്തീരും, എഞ്ചിനീയർ ആയിത്തീരും, അല്ലെ നിന്നെ ഭയങ്കരമായിട്ട് നീ സക്സസ്ഫുൾ ആവും. അല്ലെങ്കിൽ പിയർ പ്രഷർ, അല്ലെങ്കിൽ നമ്മൾ വന്നു, ഇപ്പൊ എക്സാമ്പിൾ കാനഡ പോലെ രാജ്യങ്ങളിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്നവർ വന്ന് ഇവിടെ പെട്ടു, നീ എങ്ങനെങ്കിലും ഒക്കെ കടന്നു പോകും, ഇവിടെ എല്ലാവരും ഇങ്ങനെ, എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ, സോ ഞാനും അതിന് തയ്യാറാ. അങ്ങനെ ഈ ലോകത്തിന്റെ പ്രഷറിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കുന്നവരോ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് എന്ത് ചെയ്യാനാ, ഞങ്ങളൊരു സാധാരണക്കാരാ. അപ്പോൾ ലോകത്തിന്റെ പ്രഷറിൽ നിനക്കൊരു ഡിസിഷൻ എടുക്കാം. പക്ഷെ ദൈവത്തിന്റെ ഒരു ഡിസിഷൻ ഉണ്ട് നിന്നെ കുറിച്ച്. അത് നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എഴുതി വെച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നീ പോകണമെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. ഈ ലോകത്തിന്റെ പ്രഷർ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. ഈ സൗണ്ടുകൾക്കപ്പുറം ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുവാൻ നാം പഠിക്കണം. അത് സംഭവിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനം വിശ്വാസമാണ്, ട്രസ്റ്റ്. വിശ്വാസം എന്താ? ഫെയ്ത്ത് ആണ്. നമ്മൾ കേട്ടു. അനുസരിക്കുകയും ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാ വിശ്വാസം. വിശ്വാസം എന്ന് പറയാൻ എളുപ്പമാ. എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസത്തിന് അനുസരിച്ച് അങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തത്? പലപ്പോഴും ട്രസ്റ്റ് നമുക്കില്ല. നമ്മളോട് തന്നെ ചോദിച്ചേ, കർത്താവ് ചിലപ്പോൾ പറഞ്ഞു, മോനെ ഇത് ശരിയല്ല, മോളെ ഇതിനല്ല നീ മുന്നോട്ട് പോകേണ്ടത്. എന്നിട്ടും നമ്മൾ അത് കേൾക്കാതെ നമ്മുടെ ആഗ്രഹത്തിന്റെ തള്ളലിൽ നാം എന്ത് ചെയ്തു? അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടില്ലേ? കാരണം എന്താ? നാം വിചാരിച്ചു ആ വഴി പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ പദ്ധതിയാണെങ്കിൽ ഒരുപക്ഷെ എന്റെ ആഗ്രഹം നടക്കത്തില്ലായിരിക്കും. കാരണം എന്താ? ഞാൻ കാണുന്നതിനെ മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെ മാത്രമേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂ. എന്നാൽ അതിനപ്പുറത്ത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. നാം കാണുന്നതിനെ നോക്കി സന്തോഷിക്കും, നാം കാണുന്നതിനെ നോക്കി ദുഃഖിക്കും. ഇന്നത്തെ വാർത്ത കേട്ട് നാം സന്തോഷിക്കും, ഇന്നത്തെ വാർത്ത കേട്ട് നാം ദുഃഖിക്കും. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്താണ് നമ്മുടെ ഇമോഷൻസ് പോലും വർക്ക് ചെയ്യുന്നത്. അവിടെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. വിശ്വാസം എന്താ? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താ ആശിക്കുന്നത്? ഇന്ന് നാം കേട്ടു, ആശയ്ക്ക് വിരോധമായി ആശയോടെ. ഈ ലോകം ഒന്ന് പറയുമ്പോഴും എന്റെ വിശ്വാസം എന്നെ ശക്തിപ്പെടുത്തും. എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ കപ്പൽ തകരാൻ പോകുന്നു. 14 ദിവസമായി സൂര്യനെ ചന്ദ്രനെ കണ്ടിട്ട് നശിക്കാൻ പോകുന്നെന്ന് ലോകം പറഞ്ഞ് നിലവിളിക്കുമ്പോഴും അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ മെലീത്തയിലേക്ക് ആ കപ്പലിനെ ദൈവം അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, താൻ ഒന്നും കാണാതിരിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ താൻ പറഞ്ഞു, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അബ്രഹാം എന്താ ചെയ്തത്? താനെ വിളിച്ചപ്പോൾ എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാതെ ആ ശബ്ദം കേട്ട് ദൈവത്തിന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടു. എങ്ങോട്ടാ പോകുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ താൻ വിശ്വസിച്ചു, അനുസരിച്ചു. അതുകൊണ്ട് താൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ വിളിക്കപ്പെട്ടു. അബ്രഹാം ഒരിക്കലും ഓർത്തില്ല ഇന്ന് ഇങ്ങനെ ഇത്രയും വലിയ ജാതികളുടെ പിതാവാകുമെന്ന്. എന്നാൽ താൻ അതിനെ വിശ്വസിച്ച് യാത്രയായി. പൗലോസ് ഒരിക്കലും ഓർത്തില്ല താൻ മെലീത്തയിലെത്തുമെന്ന്. ആ കപ്പൽ പൊക്കോണ്ടിരുന്നത് ഇറ്റലിയിലേക്കാ, റോമിലേക്കാ. എന്നാൽ താൻ എത്തിപ്പെട്ടത് മെലീത്തയിലാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിങ്ങളുടെ യാത്രയിൽ ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നില്ല ദൈവത്തിന് നിങ്ങൾ എവിടെയാ കൊണ്ടുപോകേണ്ടതെന്ന്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ച് കർത്താവിനോട് പറയുക, ലോകത്തിൽ ഇന്ന് സംഭവിക്കുന്നത്, ഇന്ന് കൊറോണ വൈറസിന്റെ പ്രോബ്ലംസ് ഉണ്ട്, എക്കണോമിയൊക്കെ ഡൗൺ ആണ്, നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്നെ ദൈവം വിട്ടതിന്റെ ഉദ്ദേശത്തിന്റെ റിസോഴ്സസ് ആൻഡ് പ്രൊവിഷൻ ഈ ലോകത്തിൽ അടിസ്ഥാനപ്പെട്ടല്ല, അത് സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്.
എത്ര പേർക്ക് വിശ്വസിക്കുവാം? എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ പ്രൊവിഷൻസ് ആൻഡ് പ്രൊട്ടക്ഷൻസ് ബിക്കോസ് ഐ ആം എ സിറ്റിസൺ ഓഫ് ഹെവൻ, ഞാൻ സ്വർഗത്തിലെ പൗരനാ, ഐ ആം ആൻ അംബാസഡർ ടു ക്രൈസ്റ്റ്. എന്റെ ജീവിതവും എന്റെ റിസോഴ്സസും എന്റെ പ്രൊട്ടക്ഷനും ഞാൻ ബിലോങ് ചെയ്യുന്ന, ഞാൻ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്വർഗത്തിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച. അത് അമേരിക്കയെ ബേസ് ചെയ്തല്ല ഇരിക്കുന്നത്, അത് കാനഡയുടെ സാമ്പത്തിക ഭദ്രതയെ ബേസ് ചെയ്തല്ല എന്റെ എക്കണോമി ഇരിക്കുന്നത്. കാരണം ഐ ആം എ സ്പിരിച്വൽ ബീയിങ് എൻട്രാപ്ഡ് ഇൻ ആൻ എർത്തലി ബോഡി. ഒരു ആത്മീയ ജീവിയാണ് നമ്മൾ. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഈ ശരീരത്തിൽ, അതിന്റെ ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. പക്ഷെ ഐ ആം ഫ്രം ഹെവൻ, ഐ ആം ഓൺ, ബില്ലി ഗ്രഹാം പറഞ്ഞത്, ഐ ആം ഓൺ എ ജേർണി, ഐ ആം ഗോയിങ് ത്രൂ ദിസ് വേൾഡ് ബൈ മൈ ഡെസ്റ്റിനേഷൻ ഈസ് ഹെവൻ. നമ്മൾ ദൈവത്തിൽ നിന്ന് വന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന യാത്രക്കാരാണ്. ഈ യാത്രയിൽ ഇതിന്റെ എല്ലാ പ്രൊവിഷൻസും തരുന്നത് ദൈവമാണ്. അത് അൺസീൻ തിങ്സിനെ ബേസ് ചെയ്താണ്. ഇന്ന് കാണുന്നതിനെ നോക്കി നാം ഭാരപ്പെടേണ്ട. ഇന്ന് നിന്റെ ജോലിയെ നോക്കി, നിന്റെ വിസയെ നോക്കിയോ, അല്ലെങ്കിൽ നിന്റെ എഡ്യൂക്കേഷനെ നോക്കിയോ, നിന്റെ പ്രായമോ, നിന്റെ വിവാഹ ജീവിതത്തെ പറ്റിയൊന്നും നീ ഇന്ന് ഭാരപ്പെടേണ്ട. ദിസ് ഈസ് ഓൾറെഡി റിട്ടൺ ഇൻ ഹിസ് ബുക്ക്. ദൈവം നിന്നെ അയച്ച പദ്ധതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2020 ഏപ്രിൽ 30th അല്ലെങ്കിൽ മെയ് 5th നിന്റെ ലൈഫിൽ വേണ്ടുന്നതിനെ ദൈവം കരുതിയിട്ടുണ്ട്. എന്നാൽ ആർ യു റെഡി to receive that? Are you ready to be in that presence? അവിടെ എത്താൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ പദ്ധതിയിൽ ഇതാണ് അകത്തെ മനുഷ്യന്റെ ബലം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സമയമില്ല, നമ്മൾ വിശ്വാസത്തെ പറ്റി കേട്ടു. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വചനം പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പ്രവൃത്തികൾ അവിടെ കാരണമാകുന്നില്ല. എന്നാൽ വിശ്വാസത്തിലുള്ള പ്രവൃത്തികളുണ്ട്. പ്രവൃത്തികൾ വിശ്വാസത്തിന് അടിസ്ഥാനമല്ല, എന്നാൽ വിശ്വാസം പ്രവൃത്തികൾക്ക് അടിസ്ഥാനമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രവൃത്തികളല്ല വിശ്വാസത്തിന് അടിസ്ഥാനം, പക്ഷെ വിശ്വാസമാണ് പ്രവൃത്തികൾക്ക് അടിസ്ഥാനം. എന്ന് വെച്ചാൽ വിശ്വാസത്തിന് മുൻപുള്ള പ്രവൃത്തികളല്ല വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്, പിന്നെയോ വിശ്വാസത്തിലൂടെ നാം ചെയ്യുന്ന പ്രവൃത്തികൾ. പലപ്പോഴും യാക്കോബിന്റെ ലേഖനത്തിൽ പൗലോസിന്റെ പഠനത്തെ പറ്റി ഒരു വലിയ കോൺഫ്ലിക്റ്റ് തിയോളജൻസിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, മോനെ പ്രവൃത്തി ഉണ്ട്, പക്ഷെ പ്രവൃത്തി വിശ്വാസത്തിലൂടെയുള്ള പ്രവൃത്തിയാണ്, അല്ലാതെ പ്രവൃത്തിയിലൂടെയുള്ള ഒരു വിശ്വാസമല്ല. നാം വിശ്വസിക്കുമ്പോൾ നാം ചില ആക്ഷൻസ് എടുക്കും, അല്ലെ? നാം ചില പ്രവൃത്തികൾ ചെയ്യും. ആ വിശ്വാസത്തോടെ ഞാൻ കാൽച്ചുവടുകൾ വെക്കും, വിശ്വാസത്തോടു കൂടെ നാം നിൽക്കും, വിശ്വാസത്തോടു കൂടെ നാം വെയിറ്റ് ചെയ്യും. അതാ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ കർത്താവിന് വേണ്ടി. മോശയോട് എന്താ പറഞ്ഞേ? മോശയെ നിന്റെ വടി നീ എടുത്ത് ഈ ചെങ്കടലിന്റെ നേരെ നീട്ടുക. വിശ്വാസത്തോടെ താൻ അത് ചെയ്തു. ആ വടിയുടെ ശക്തിയിലല്ല, തന്റെ കൈയുടെ ഊക്കിലല്ല അത് പിരിഞ്ഞത്, പിന്നെയോ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് ആ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ സംഭവിക്കുന്നത്. കർത്താവ് പറയുക, നിന്നോട് ഇരുന്ന് പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിക്കുന്നതാ വിശ്വാസത്തിന്റെ പ്രവൃത്തി, അത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് മനസ്സിലാക്കാനാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടത്. അതിനെന്താണ് അനിവാര്യം? പ്രാർത്ഥിക്കട്ടെ. നാം പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങൾ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവ് എന്നെ ഏൽപ്പിച്ചത്, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് സ്വാർത്ഥതയല്ല. ഈ ദിവസങ്ങളിൽ ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എത്ര പേർ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ അങ്ങനെ ഒരു കർത്താവേ, എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, എന്നെ ഒന്ന് പണിയണമേ. കർത്താവെ, എന്നോടൊന്ന് സംസാരിക്കണമേ. മറ്റുള്ളവർ പറഞ്ഞു മാത്രം കേട്ട് ശീലമായി എനിക്കുള്ളത്, എന്നാൽ എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര പേർ ഇന്ന് അങ്ങനെ പ്രാർത്ഥിക്കും? രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. ഒന്ന്, യേശു ആരാ എനിക്ക്? രണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ബൈബിളിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ച 3 വ്യക്തികളുണ്ട്. ഒന്ന് ഏലിയാവ്, 2 പൗലോസ് അപ്പോസ്തലൻ, 3 കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ഏലിയാവ് ആരെയാ ചിത്രീകരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു, ഓടി, അധ്വാനിച്ചു, ക്ഷീണിച്ചു, ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവ്. അത് ഏലിയാവ്. 2, കർത്താവിന്, ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാന്ന് പറഞ്ഞ ആവേശത്തോടെ നടക്കുന്ന പൗലോസ്. തന്നെ ദൈവം ഒരു സ്പിരിച്വൽ എൻകൗണ്ടറിലൂടെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിരിക്കുക. അപ്പോൾ ഒന്ന്, ഏലിയാവ് താൻ കർത്താവിന് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്തു, എന്നാൽ ഇന്ന് താൻ എല്ലാം മാറ്റിവെച്ചു. തന്റെ പ്രതികൂലത്തിന്റെ മുമ്പിൽ എനിക്ക് മതി കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തോട് തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്ന നിരാശനായ, തളർന്നുപോയ, ക്ഷീണിച്ചു പോയ ഒരു ഭക്തൻ.
രണ്ട്, പൗലോസ് ആരാ? താൻ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആവേശത്തോടെ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവം അവനെ തടഞ്ഞു. നിൽക്കുക, ഇരിക്കുക, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. മൂന്ന്, കർത്താവായ യേശു ക്രിസ്തു താൻ ആത്മാവിനാൽ നയിക്കപ്പെട്ടിട്ട് മർക്കോസ് 1:12, ലൂക്കോസ് 4:1 ഇവിടെ എല്ലാം നാം വായിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആത്മാവ് അവനെ നിർബന്ധിച്ചിട്ട് കർത്താവ് മരുഭൂമിയിലേക്ക് പോയി. അവൻ വന്യമൃഗങ്ങളോടുകൂടെ ആയിരുന്നു, എന്നാൽ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് നിർദ്ദേശപ്രകാരം കർത്താവ് ചില ദിവസങ്ങളിൽ മാറിയിരിക്കുക തന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ്. എന്നാൽ ആ മാറിയിരുന്നതിന് ശേഷം താൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളാണ് നാമും. പൗലോസിന്റെ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 22:8, 8, 9, 10 നമുക്കറിയാവുന്ന ഭാഗം. അപ്പോസ്തല പ്രവൃത്തി 22:8, 9, 10. കർത്താവേ, നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ഞാനാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. നോക്കിയേ, കർത്താവ് പൗലോസിനെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൗത്യത്തിൽ അവന്റെ കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ടിട്ട് ഡിവൈൻ എൻകൗണ്ടറിലൂടെ കർത്താവ് അവനോട് പറയുക, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഒന്ന് നോക്കിയേ, പലപ്പോഴും നാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന പലതും സ്വർഗരാജ്യത്തിന് അപമാനമാണോ ഉണ്ടാക്കുന്നത്? യേശുവിനെ വീണ്ടും ഉപദ്രവിക്കുകയാണോ? യേശുവിനെ വീണ്ടും ക്രൂശിക്കുകയാണോ എന്ന് നാം ചിന്തിക്കണം. പലപ്പോഴും നാം ദൈവവചനം എടുത്ത് മറ്റുള്ളവരെ അടിക്കാനും മറ്റുള്ളവരെ വിമർശിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റുള്ളവരെ അടിമപ്പെടുത്തുവാനുമാണോ നാം ഉപയോഗിക്കുന്നത്? ദൈവത്തിന്റെ പേരിൽ നാം ചെയ്യുന്നതിൽ സ്വർഗം പ്രസാദിക്കുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ട വലിയൊരു വസ്തുതയാണ്. ഇത് കൂടുതലും ലീഡേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ഈ ഒരു മെസ്സേജ് എങ്കിലും നമുക്കും അത് ചിന്തിക്കാം. അത് കേട്ട് ഓശാന പാടുന്ന, കൈയടിക്കുന്ന ഒരു ദൈവദാസനെ തകർക്കുമ്പോൾ, ഒരു ദൈവ പൈതലിനെ കല്ലെറിയുമ്പോൾ, പ്രമാണത്തിന്റെയും ചട്ടത്തിന്റെയും പേരിൽ ചിലരെ അപമാനിക്കുമ്പോൾ അതിന് കൈയടിച്ചിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. നാം ഒന്ന് ചോദിക്കണം, നാം ചെയ്യുന്നത് സ്വർഗത്തിന് പ്രസാദമാണോ? ക്രിസ്തുവിന്റെ തിരുമുറിവിൽ വീണ്ടും മുറിവുണ്ടാക്കുന്നവരാണോ നാം എന്ന് നാം ചോദിക്കണം. പൗലോസിന്റെ അഭിപ്രായം അനുസരിച്ച് പൗലോസ് ചെയ്തത് വളരെ കറക്റ്റ് ആണ്. യഹൂദ പ്രമാണം അനുസരിച്ചിട്ട് യഹൂദന്റെ പ്രമാണത്തിനെതിരെ വരുന്നവനെ നിർമൂലനം ചെയ്യുവാനുള്ള അധികാരം അവൻ യഹൂദ പ്രമാണത്തിനുണ്ട്. അത് ചെയ്യുവാനുള്ള അവകാശം യഹൂദനായ പൗലോസിനുണ്ട്. എന്നാൽ തന്റെ യാത്രയിൽ സ്വർഗം അവന് വെളിപ്പെട്ടു. എന്നിട്ട് കർത്താവ് പറയുക, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. പൗലോസ് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം? 10ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 22:10. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. ഒന്നോർത്ത് നോക്കിയേ, ഹല്ലേലൂയ. ഇതാ തന്നോട് പറയുകയാണ്, നീ ദമാസ്കസിലേക്ക് പോയി അവിടെ ഇരിക്ക്. താൻ ചോദിച്ച ഒറ്റ ഒരു ചോദ്യമേ ഉള്ളൂ, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും ആരാ? 2, ഞാൻ എന്താ സ്വർഗത്തിന് വേണ്ടി ചെയ്യേണ്ടത്? അങ്ങനെ നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ, വേറെ കൂടുതൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും താൻ അവിടെ ഇരിക്കുമ്പോൾ ഇതാ സ്വർഗം ഹല്ലേലൂയ ദൂതനെ അനന്യാസിന്റെ വീട്ടിൽ അയച്ചിട്ട്, ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 9 നാം ആ ചരിത്രം നമുക്കറിയാം. അവിടെ ഇപ്രകാരമാണ്, 9:11 കർത്താവ് അനന്യാസ് എന്ന ദൈവദാസനോട് പറയുക, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഓണർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നീ എനിക്ക് ആരാ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നിങ്ങളിലൂടെ അവൻ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് വെളിപ്പെടേണ്ട ഒരു ക്രിസ്തു ഉണ്ട്. അത് ജോമി ബ്രദറിലൂടെ വെളിപ്പെടുന്ന ഒരു ക്രിസ്തു ആയിരിക്കണമെന്നില്ല ഒരുപക്ഷെ എന്നിലൂടെ വെളിപ്പെടുന്നത്. എന്നെ അയക്കുന്നവരുടെ ഇടയിൽ, ഞാൻ റീച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. അല്ലാതെ ജോമി ബ്രദറിനെ ഉപയോഗിക്കുന്ന പോലെ എന്നെ ഉപയോഗിക്കണമെന്നല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ സഭയിലെ പാസ്റ്ററെ പോലെ ആകണമെന്നല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നാം കേട്ടിട്ടുള്ളത്, എന്നോട് കർത്താവിന് എന്താ പറയാനുള്ളത്? കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ ആയിരിക്കണം? ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നാം മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നാം മറ്റുള്ളവരെ നോക്കിയിട്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം വിശകലനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു യുണീക്ക് ക്രിയേഷൻ ആണ് ദൈവത്തിന്റെ ഒരു ആമേൻ വളരെ വളരെ വചനം പറഞ്ഞ അവൻ എന്നെ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. എന്റെ ശാരീരിക ഘടന, എന്റെ തോട്ട്സ്, എന്റെ ഇന്റലക്ച്വൽ ലെവല്, ഞാൻ ഒരു കാര്യത്തെ പെർസീവ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ്ലി യുണീക്ക് ആണ് എന്റെ ഓൺ ബ്രദറിനെക്കാട്ടിലും. നിങ്ങളത് മനസ്സിലാക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ വലിയൊരു മർമ്മമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് സമയം തീരാറായെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ഇതിനകത്ത് എനിക്കറിയാം ഐഡന്റിക്കൽ ട്വിൻസ് വരെ ഉണ്ട്. ആമേൻ. ഇരട്ടകളുണ്ട് ഇതിനകത്ത്, എനിക്കറിയാവുന്ന സഹോദരങ്ങളുണ്ട്. ആമേൻ. നിങ്ങളുടെ രണ്ടു പേരുടെയും തോട്ട്സ് പോലും ഡിഫറെന്റ് ആണ് പലപ്പോഴും, നിങ്ങൾ ട്വിൻസ് ആയിട്ട് പോലും. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് യുണീക്ക് ആയിട്ടാ. അങ്ങനെയുള്ള നമുക്ക് ഈ കർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് നേരിട്ട് നമുക്ക് വെളിപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. ചില അടിസ്ഥാനപരമായ ചില സിമിലാരിറ്റീസ് നമുക്കുണ്ട്. എല്ലാവരെയും നോക്കി നമുക്ക് പഠിക്കാം, വചനം കേൾക്കണം, നമ്മൾ മനസ്സിലാക്കും ക്രിസ്തുവിനെ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ക്രിസ്തുവിനെ അറിയണം. നോളജ് ഓഫ് ക്രൈസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടുന്നത് എന്താണെന്നറിയാമോ? നോയിങ് ദ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നതിലും കൂടുതൽ നാം ക്രിസ്തുവിനെ അറിയാൻ നാം ശ്രമിക്കണം. സ്റ്റാൻലിയുടെ ജീവിതത്തിൽ ക്രിസ്തു എങ്ങനെയാണ് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. ജോർജി ബ്രദറിന്റെ ജീവിതത്തിൽ ക്രിസ്തു ആരായിരിക്കണം? ജോർജിയിലൂടെ ഈ ലോകത്തിന് ക്രിസ്തുവിനെ കാണണമെങ്കിൽ ജോർജിയുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു ഇരിക്കണം. അതാ ഗലാത്യർ 2:20. ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനോട് കൂടെ നാം മരണപ്പെട്ടു, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന രീതി, ചിലർ വളരെ ഇമോഷണലായി സംസാരിക്കുന്നവരാണ്, ചിലർ ഭയങ്കര ഗാംഭീര്യത്തോടെ സംസാരിക്കുന്നവരാ, ചിലർ വളരെ പ്രാക്ടിക്കലി സംസാരിക്കുന്നവരാ. അപ്പോൾ നമ്മളെ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മളെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ആ ഡിസൈൻ അനുസരിച്ച് അത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഞാൻ വേറൊരാളെ കോപ്പി ചെയ്യാൻ പോകുമ്പോൾ ഈ ഡിസൈനിൽ അത് നടക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള ഫോൺ, ടെലിഫോൺസ്, ഐഫോൺ ഉണ്ട്, സാംസങ് ഉണ്ട്, അങ്ങനെ പല കമ്പനിയുടെ ഉണ്ട്. അതിനകത്ത് ഒരു സോഫ്റ്റ്വെയർ അനുസരിച്ച് അത് വർക്ക് ചെയ്യത്തുള്ളൂ. വേറെ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ വർക്ക് ആകത്തില്ല എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ കൺഫ്യൂഷൻ, വലിയ ഫ്രസ്ട്രേഷൻ ആണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഞാനിങ്ങനെ, അയ്യോ ഞാൻ എന്താ ഇത് എപ്പോഴും ഇങ്ങനെ സഹിക്കുന്നത്, എനിക്കെന്താ ഇതിനകത്തൊരു വിജയമില്ലാത്തത്, ഞാൻ എന്തിനാ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നെടുവീർപ്പും നമ്മുടെ വിഷമവും നമ്മളിൽ നിന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. നാം നമ്മുടെ ഭർത്താവിനും ഭാര്യയ്ക്കും സഹോദരങ്ങൾക്കും പാസ്റ്റർക്കും സഭയ്ക്കും രാജ്യങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അത് നടക്കട്ടെ. പക്ഷെ അതിലുപരിയായി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, നമ്മൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. കാരണം നിങ്ങളെ ഡിസൈൻ ചെയ്ത് വിട്ടിരിക്കുന്നത് ദൈവമാണ്. ആ ഡിസൈൻ അനുസരിച്ച് ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടേണ്ടത്. അല്ലാതെ ശോശാമയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പോലെ അല്ല മറിയാമയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നിങ്ങൾ രണ്ട് യുണീക്ക് ക്രിയേഷൻസ് ആണ്. നാം ചിന്തിക്കുന്നത് വ്യത്യസ്തമാണ്. നാം ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചറിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന തോട്ട്സ് ഡിഫറെന്റ് ആണ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ പെർസീവ് ചെയ്യുന്നത്, ഇതിനകത്ത് ഈ 10-30 പേരുണ്ടെങ്കിൽ എല്ലാവരും ഡിഫറെന്റ് രീതിയിലാണ്. കാരണം നിങ്ങളെ ഡിസൈൻ ചെയ്തത് ദൈവമാ. അവൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ദൈവമല്ല. He is a creator. When God created Stanley, there was no other Stanley like Stanley. When God created Varghese, there is no other Varghese in this world. ലോകത്തിൽ ഒരു ജോർജിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അതുപോലെ വേറൊരു ജോർജി ഇല്ല. അവന്റെ ട്വിൻ ആയിട്ട് ജോബി ഉണ്ടെങ്കിൽ പോലും ജോബിയും ജോർജിയും ഡിഫറെന്റ് ആണ്. നിങ്ങൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ദൈവം നിന്റെ ഉള്ളിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അത് ലോകത്തിലെ ആർക്കും പറഞ്ഞു തരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 22 ആമേൻ ഹല്ലേലൂയ, പൗലോസിനോട് കർത്താവ് പറഞ്ഞു, പൗലോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്തു ചെയ്യണം? എനിക്കറിയത്തില്ല, ഞാൻ ഇതെല്ലാം പഠിച്ചതാ, ഞാൻ ന്യായപ്രമാണം അറിയാം, ഞാൻ ഭക്തനാ, ഞാൻ ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പഠിച്ചവനാ. പൗലോസേ ശരിയാ, നീ പ്രമാണം മുഴുവൻ പഠിച്ചു, നീ ബൈബിൾ മൊത്തം അറിയാം, നീ ഒത്തിരി പ്രസംഗിച്ചു, നീ ദൈവരാജ്യത്തിന് വേണ്ടി ഓടി, പക്ഷെ എനിക്ക് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ട്, അതെനിക്ക് നിന്നോട് പറയാനുണ്ട്. 2 കാര്യങ്ങൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നീ എനിക്ക് ആരാ? എന്റെ ഭർത്താവിന്റെ ദൈവം മാത്രമാണോ? എന്റെ ഭാര്യയുടെ ദൈവം മാത്രമാണോ? എന്റെ പിതാക്കന്മാരുടെ ദൈവം മാത്രമാണോ? അല്ല, അത് മാത്രമല്ല, നിന്റെ ദൈവമാണ് അവൻ. ഈ ദൈവം എന്റെ ദൈവമായി. ഈ ദൈവം എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? കർത്താവ്, നീ എനിക്ക് ആരാണെന്ന് വെളിപ്പെടുത്തി തരണമേ. അല്ലാത്തടത്തോളം കാലം, മരിക്കുന്ന അന്ന് വരെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നാം നെടുവീർപ്പിലായിരിക്കും. പല കുറ്റബോധങ്ങളിൽ ജീവിക്കുന്നവരാ ഇന്ന് നിങ്ങളിൽ പലരും. ഈ ലോകത്തിന്റെ പ്രസംഗങ്ങൾ കുറ്റബോധം വരുത്തും, എന്നാൽ കുറ്റബോധത്തിന് എങ്ങനെ പുറത്തു വരണമെന്ന് അവർ പറയാറില്ല. ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്കാതെ പ്രസംഗങ്ങൾ ഒരു മനുഷ്യനെ വീണ്ടും പാപബോധത്തിലേക്കും കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കും വിടുന്നതാ. എന്നാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് ആരും പഠിപ്പിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ നിന്റെ ചിന്തകൾ, നിന്റെ വിചാരങ്ങൾ, നിന്റെ ശാരീരിക പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്ക്
പരിഹാരം ഉണ്ടാകുമ്പോൾ മാത്രമേ നീ ഇതിൽ നിന്ന് പുറത്തു വരത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഒരു ബലഹീനതയുണ്ട്, ഞാൻ 3 വട്ടം ദൈവത്തോട് പറഞ്ഞു കർത്താവേ അതൊന്ന് മാറ്റണമെന്ന്, എന്നാൽ സ്വർഗം അത് മാറ്റിയില്ല. കാരണം എന്താ? പൗലോസേ, നീ ഈ ബലഹീനതയിലൂടെ പോയാൽ മാത്രമേ എന്റെ കൃപ പ്രാപിക്കുവാൻ പറ്റത്തുള്ളൂ. നീ ഈ ബലഹീനതയിൽ മാത്രമേ നീ ശക്തിപ്പെടത്തുള്ളൂ. നിനക്ക് ഈ ബലഹീനത വന്നാൽ മാത്രമേ നീ എന്നെ ഒന്ന് അറിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബലഹീനതകൾ, താഴ്ചകൾ, ഞെരുക്കങ്ങൾ, കഷ്ടങ്ങൾ, ഇതൊക്കെ അല്ലേ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചത്? പിന്നെ നീ എന്തിനാ വേറൊരാളെ നോക്കി നീ കമ്പയർ ചെയ്യുന്നത്? ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ, കർത്താവേ ഹല്ലേലൂയ, നീ പിതാക്കന്മാരുടെ ദൈവമാ, നീ എന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ ദൈവമാ, ഞങ്ങളുടെ ദൈവം. പക്ഷെ എന്നാൽ എനിക്ക് നീ ആരാ? നീ എന്തിനാ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? കർത്താവേ, എനിക്കതൊന്ന് അറിയണം. പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ഇറങ്ങേണ്ടടത്ത് വീട്ടിന്റെ അഡ്രസ്സും വീട്ടു നമ്പരും ഫോൺ നമ്പരും ഉൾപ്പെടെ സകലതും അറിയാവുന്ന ദൈവം തന്റെ ദൂതനെ ആ പ്രാർത്ഥനാ മുറിയിലേക്ക് അയക്കുകയാ. എന്നിട്ട് അവനോട് പറയുക, അനന്യാസേ, ശൗൽ പ്രാർത്ഥിക്കുന്നു. ഇതാ പ്രാർത്ഥന. ജൽപ്പനമൊന്നുമില്ല, താൻ കാത്തിരിക്കുക കർത്താവിന് വേണ്ടി. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് നീ എന്നോടൊന്ന് പറയണം. ഇന്ന് രാത്രിയിൽ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒത്തിരി ശബ്ദങ്ങൾ നമ്മളെ കൺഫ്യൂസ് ചെയ്തിട്ടില്ലേ? ഒരുപാട് പ്രസംഗങ്ങൾ നാം കേട്ടവരാ, ഒരുപാട് ചട്ടക്കൂടുകൾക്കുള്ളില. ഈ ദിവസങ്ങളിൽ ഇതിന് പുറത്തേക്കൊന്ന് വരുവാൻ, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെങ്കിൽ യേശു നിനക്ക് ആരാ? നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു, ഇന്ന കുടുംബത്തിൽ ജനിക്കുവാൻ ഇടയാക്കി. നിന്റെ ആത്മീക, ശാരീരിക, ഭൗതിക മേഖലകളിൽ നിന്നെ ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി. ആ ഡിസൈൻ ചെയ്ത ഡിസൈനറിന്റെ അടുത്തോട്ടൊന്ന് ചോദിക്കാമോ, കർത്താവെ, എന്തിനാ എന്നെ ഇങ്ങനെ ഡിസൈൻ ചെയ്തത്? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു കുടുംബം തന്നത്? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം തന്നത്? എന്തിനാ ഞാൻ ഈ കുടുംബത്തിൽ ജനിച്ചത്? എന്തിനാ ഞാൻ അങ്ങയുടെ മകനായി ഈ ഭൂമിയിലായിരിക്കുന്നത്? എന്നോടൊന്ന് അരുളി ചെയ്യണമേ. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഈ പ്രാർത്ഥന എന്നോടൊപ്പം പ്രാർത്ഥിക്കും? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട്, അടിസ്ഥാനപരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഹല്ലേലൂയ, വളരെ വളരെ പ്രധാനപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവം ഇടപെട്ട ചില ആലോചനകളാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ 1000 പ്രസംഗങ്ങൾ ഒരുപക്ഷെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ആത്മാവിൽ ദൈവം ഇടപെട്ട് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്റെ എളിയ രീതിയിൽ ദൈവം ഉപയോഗിക്കുവാൻ കാരണമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗം ചില എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ്, എനിക്ക് അത് അറിയണം. അത് ഈ ലോകം പറഞ്ഞു തരാൻ ഒക്കത്തില്ല. സ്റ്റാൻലിക്ക് ജോർജിയെ പറ്റി പറഞ്ഞു തരാൻ അറിയത്തില്ല. സ്റ്റാൻലിക്ക് സ്റ്റാൻലിയുടെ ജീവിതത്തെ പറ്റിയേ പറയാൻ ഒക്കൂ. എന്നാൽ അതിനകത്തൊരു അടിസ്ഥാനമുണ്ട്. ഡിസൈനറിന്റെ അടുത്തേക്ക് നിന്നെ വിടുന്ന, നിന്നെ സൃഷ്ടിച്ച കർത്താവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ഒരു പക്ഷേ എനിക്ക് പറ്റും. അതാ ഞങ്ങൾ ചെയ്യുന്നത്. അതാ എമിൻ ബ്രദർ പാട്ടിലൂടെ ചെയ്യുന്നത്. അതാണ് ജോമി ബ്രദർ ഹല്ലേലൂയ ഹല്ലേലൂയ വചനങ്ങളിലൂടെ ചെയ്യുന്നത്. അതാണ് ദൈവദാസന്മാർക്കുള്ള റോൾ. അല്ലെങ്കിൽ വചനം ശുശ്രൂഷിക്കുന്നവർക്ക് നിങ്ങളെ ദൈവവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അല്ലാതെ അതിന്റെ ഇടയിൽ കയറി നിന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് നിന്ന് വരുന്നവരാ ഞാനെല്ലാം പറയുന്നത് നീ കേട്ടാ മതി, അങ്ങനെ ഒരു കാരണം ഇനി ഇല്ല. ദൈവം അങ്ങനെയുള്ളവരെ തകർക്കുകയാ. ആ വ്യാപാരങ്ങളെ ദൈവം ബന്ധിക്കുകയാ, അതിനെ അഴിച്ചു മാറ്റുകയാ. സ്വാതന്ത്ര്യം നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു തുടങ്ങട്ടെ, എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുമെങ്കിൽ, പാസ്റ്റർ ബില്ലി ഗ്രഹാമിന് കേൾക്കാൻ കഴിയുമെങ്കിൽ, റെയ്നാർഡ് ബ്രോങ്കയ്ക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ, TV ജോഷുവായ്ക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ, പൗലോസിന് കേൾക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയത്തില്ല? ഈ ദിവസങ്ങൾ ദൈവത്തോട് ചോദിച്ചു തുടങ്ങട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമോ? നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമോ? കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്റെ ജീവിതത്തിൽ താഴ്ചകൾ വന്നു, എന്റെ ജീവിതത്തിൽ വീഴ്ചകൾ. എന്താ കർത്താവേ, ഇതിനകത്ത് നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ ഭാഗത്ത് കുറവുണ്ടെങ്കിൽ എന്നെ മടക്കി വരുത്തണമേ. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കർത്താവെ എന്നെ മടക്കി വരുത്തണമേ. എന്നാൽ എനിക്കതിന് കഴിയുന്നില്ല. നീ എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. അവിടുത്തെ കൃപയൊന്ന് പകരണമേ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിയാകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് കുറവ് കാണും. എന്നാൽ എത്ര പേർക്ക് ഒന്ന് പറയാൻ പറ്റും, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ അങ്ങയുടെ പദ്ധതിയിലേക്ക് വരുവാൻ എനിക്ക് കൃപയൊന്ന് പകരണമേ. ഇതൊന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളെന്ന്? വളരെ വിശ്വാസത്തോടുകൂടി നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ശബ്ദങ്ങളെ ദൈവം കേൾപ്പിക്കുവാനിടയായി തരും. മറിച്ച് ദൈവശബ്ദം നിങ്ങൾ കേൾക്കുവാനിടയായിത്തീരും. ഈ ശബ്ദം എപ്പോഴും ഉണ്ട്. കർത്താവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് പുതിയതൊന്നുമല്ല, എന്നാൽ അതിനെ കൂടുതൽ ക്ലിയർ ആയിട്ട് കേൾക്കുവാൻ. ഒന്ന്, കർത്താവേ, നീ ആരാ എനിക്ക്? ഞാൻ പ്രസംഗിച്ച് കേട്ട ഒരു ക്രിസ്തു ഉണ്ട്. ഞാൻ ചർച്ചിൽ പ്രസംഗിച്ച് കേട്ട ദൈവദാസന്മാർ പറഞ്ഞ ഒരു ക്രിസ്തു ഉണ്ട്.
രോഗസൗഖ്യം തരുന്ന ഒരു ക്രിസ്തു. പക്ഷെ എനിക്ക് നീ ആരാ? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നൊരു ഉദ്ദേശം എന്താ? ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ഈ ജീവിതത്തിൽ? കർത്താവേ, പ്രിയപ്പെട്ടവരെ, ഇനി ഒരു വിൻഡോ നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. ഈ തലമുറയിൽ നമ്മൾ ഭാഗ്യമുള്ളവരാ. ഇങ്ങനെ ഒരു അവസ്ഥ ദൈവം തന്നതുകൊണ്ട്. ഈ കൊറോണ ലോകം മുഴുവൻ അടച്ചു ദൈവം. എല്ലാവരും വീട്ടിലിരുത്തിയിരിക്കുക, എല്ലാവരും മുറിക്കകത്ത് ഇരുത്തിയിരിക്കുക. ഇത് ദൈവത്തിന്റെ സ്നേഹമല്ലേ? ഇത് ദൈവത്തിന്റെ കരുണയല്ലേ? അല്ലെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങൾക്ക് പരിതപിക്കുവാനും കുറ്റം പറയുവാനും ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മെ ഈ ലോകത്തിലേക്ക് വിട്ടത് ദൈവമാണെങ്കിൽ അവൻ കരുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട. ഇപ്പോൾ എത്ര പേർ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ നീ എനിക്ക് ആരാ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും മേഖലകളിൽ ഞാൻ മാറണമെന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അല്ല കർത്താവേ, നീ പറയാ, ഞാൻ അനുവദിച്ചിട്ടാ മോളെ ഈ ബലഹീനത നിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. അതിലൂടെ എന്റെ കൃപ വെളിപ്പെടുത്താനുണ്ട്, അതിലൂടെ എന്റെ ശക്തി വെളിപ്പെടുത്താനുണ്ട്. അതും കർത്താവ് നമ്മളോട് പറയും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് കർത്താവ് എന്താ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് കർത്താവ് എന്താ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, രക്തസാക്ഷിയം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, എന്റെ ജീവിതത്തിൽ ഞാൻ ആരായിത്തീരണം സ്വർഗത്തിനെന്ന് കർത്താവിനെ ഒന്ന് പഠിപ്പിക്കണമേ. അങ്ങ് എനിക്ക് ആരാണെന്ന് എനിക്കൊരു വ്യക്തമായ വെളിപ്പാട് അവിടെ നൽകി തരണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിൽ വലിയൊരു സമാധാനത്തെ പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഇപ്പോഴും പിന്നീടും ഈ റെക്കോർഡിങ്സ് കേൾക്കുന്നവരും, സ്വർഗമേ, ദൈവം അവരെ ഡിസൈൻ ചെയ്തത്, ദൈവം അവരെ യുണീക്കായിട്ട് സൃഷ്ടിച്ചത്, കർത്താവെ, അവരെ കുറിച്ചുള്ള ഒരു യുണീക് പർപ്പസ് ഉണ്ട്. അത് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ഒക്കത്തില്ല. ഡിസൈൻ ചെയ്ത് അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകം ഞങ്ങളെ പലപ്പോഴും ദൈവിക പദ്ധതിയിൽ നിന്ന് മറച്ചു പിടിക്കും. ഈ ലോകത്തിന്റെ ശബ്ദങ്ങൾ ഞങ്ങളെ ദൈവിക പദ്ധതിയിൽ നിന്ന് അകറ്റും. ഞങ്ങൾ നെടുവീർപ്പിലും നിരാശയിലും വർഷങ്ങൾ കഴിച്ചുകൂട്ടി. എന്നും കുറ്റബോധത്തിലും പാപബോധത്തിലും അവൻ ഞെരുക്കത്തിലും വേദനയിലും മറ്റുള്ളവരെ നോക്കി ഞാൻ നെടുവീർപ്പിട്ട് പോകുന്നുണ്ട്. പ്രിയ കർത്താവേ, അങ്ങനെ അയച്ച പദ്ധതിക്ക് അങ്ങേക്ക് മാത്രമേ നിവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങ് എനിക്ക് ആരാ? എന്റെ ജീവിതത്തിൽ ശൗല് കരുതി താൻ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയാണെന്ന്. എന്നാൽ ദൈവം ഇറങ്ങി വന്നിട്ട് അവനോട് പറഞ്ഞു, ശൗലെ, നീ എന്നെ ഉപദ്രവിക്കുക, എന്നാൽ എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ശൗല് പ്രകാരം പറഞ്ഞു, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്നോട് സംസാരിക്കണമേ. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ദൈവദാസന്റെ മുറിയിൽ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇന്ന വീട്ടിൽ ഇത്രാമത്തെ നമ്പർ മുറിയിൽ അവൻ ഇന്ന വീതിയിൽ ഇന്ന സ്ട്രീറ്റിൽ ശൗൽ പ്രാർത്ഥിക്കുന്നു, അവനോട് പോയി സംസാരിക്കുക. അങ്ങനെയെങ്കിൽ മരുഭൂമിയിൽ ഏലിയാവിന്റെ അടുത്തിറങ്ങി വന്ന ദൂതൻ, മരുഭൂമിയിൽ കർത്താവിനോട് കൂടെ ശുശ്രൂഷയോടിരുന്ന ദൂതന്മാർ, അവൻ അനേകരോട് ഇടപെട്ട ദൈവിക ദൂതൻ നിങ്ങളോട് ഇടപെടും. പരിശുദ്ധാത്മാവ് ആ ദൂതൻ. പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം ചെയ്യാമോ? വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്, വി ഓണർ യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങളിൽ പകരണമേ. ഞങ്ങൾ ആരാണ്? ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തു എനിക്ക് ആരാണ്? എന്റെ ഉള്ളിൽ ക്രിസ്തു ഒന്ന് വളരണം. കർത്താവേ, എന്നിലൂടെ ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒന്ന്, ആമേൻ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥ, എന്റെ കോളേജിൽ, എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, എന്റെ ബിസിനസ്സിൽ, എന്റെ ജോലിയിൽ ക്രിസ്തു എന്നിലൂടെ വെളിപ്പെടണം. ഞാൻ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ എന്നിലൂടെ ക്രിസ്തു വെളിപ്പെടണം. അതിനായിട്ട് എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് സകല എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുറികളിൽ, സ്വീകരണ മുറികളിൽ, ആശുപത്രിയിൽ, വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് എന്നോട് പണിയണമേ, അങ്ങ് എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. Who are you to me, Lord, and what I shall do for you? അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങ് എന്നോടൊന്ന് സംസാരിക്കണമേ. ഈ ദിവസങ്ങളിൽ ഈ ശബ്ദം കൂടുതൽ ശക്തിപ്പെടട്ടെ. ദൈവശബ്ദം കേൾക്കുന്നവരായി തീരട്ടെ. സമാധാനം, സന്തോഷം, രോഗസൗഖ്യം വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഒരുപാട് ആകുല ചിന്തകളെ കർത്താവ് മാറ്റുകയാണ്. We are spiritual beings held in a earthly body. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. നാം അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആണ്. സ്വർഗത്തിന്റെ അംബാസഡർ ആയിട്ടാണ് ഈ ലോകത്തിലായിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് പ്രൊവിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ബിലോങ്സ് ടു ദ കിങ്ഡം വാട്ട് വി ബിലോങ്. നാം റെപ്രസെന്റ് ചെയ്യുന്ന ദൈവരാജ്യമാണ് നമ്മുടെ പ്രൊവിഷൻ ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒന്ന് സമർപ്പിക്കാം. കർത്താവെ, അങ്ങ് എനിക്ക് ആരാണ്? ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഈ ദിവസങ്ങളിൽ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. കൂടുതലായി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയിൽ പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ സീസൺ കഴിഞ്ഞ് അടുത്ത ഒരു സീസണിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ അതിശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ ലോകത്തിലെ ഒരു വാർത്തകൾക്കോ, ഈ ലോകത്തിലെ ഒരു ന്യൂസിനോ, ഈ ലോകത്തിലെ ഒരു ശബ്ദങ്ങൾക്കോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയത്തില്ല. എന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന് മാത്രമായിരിക്കും ഞാൻ ചെവി കൊടുക്കുന്നത്.
അങ്ങനെ തീരുമാനിക്കുന്ന ധീരന്മാരായ ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ് ഈ തലമുറയിൽ. നിങ്ങൾ അതിനകത്തുണ്ടോ? ഞാൻ അതിലാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു കുഞ്ഞിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു. 11 വയസ്സുള്ള ആ കുഞ്ഞിന്റെ റിസൾട്ട് ആദ്യം അത് കോവിഡ് ആണെന്ന് അവർ സസ്പെക്ട് ചെയ്തു. എന്നാൽ ഇന്നലെ ആ റിസൾട്ട് വന്നു. ഹീസ് കംപ്ലീറ്റ്ലി നോർമൽ. ആ റിസൾട്ട് നെഗറ്റീവ് ആണ്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചു. ആ കുഞ്ഞിന് സൗഖ്യം നൽകി. ഈ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിനകത്ത് ചില സിംറ്റംസ് ആയിട്ടിരിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞ് നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുക. വിശ്വസിക്കുക. ചില സിംറ്റംസിനാൽ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവ് നിങ്ങളെ ഹീൽ ചെയ്തിരിക്കുക. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേളിലുണ്ട്. നിങ്ങളെ ഈ വൈറസിന് അറ്റാക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ അതിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നവരായി തീരും. അതുപോലെ ആൻസൈറ്റീസ് ആൻഡ് ഡിപ്രഷൻസ്, അൺവാണ്ടഡ് സ്ട്രെസ്, ഒരു കാര്യമില്ലാതെ സ്ട്രെസ്സിലായിരിക്കുന്ന ചിലരുണ്ട്. 1-2 പേർ പ്രയർ റിക്വസ്റ്റ് അയച്ചു. കൂടുതൽ പേരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണമെന്ന് കർത്താവ് വീണ്ടും ഓർപ്പിക്കുക. നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. മറ്റ് പ്രാർത്ഥനകൾ ഉള്ളപ്പോൾ തന്നെ കർത്താവെ ഞാൻ എന്നെ ഒന്ന് ഏൽപ്പിക്കുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നമ്മൾ എല്ലാവർക്കും വേണ്ടി ഓടി ഇത്രയും കാലം, കുടുംബത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, അപ്പനമ്മയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. എന്നാൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം ചിലത് നിങ്ങളോട് സംസാരിക്കും. കർത്താവ് ബലപ്പെടുത്തട്ടെ. ഈ മീറ്റിംഗ് നമുക്ക് ആഴ്ചയിൽ